അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അപ്പൊ 3 പേരും കൂടെ പോകുമ്പോ കുറച്ച് തയ്യാറെടുപ്പോട് കൂടി വേണം പോകാൻ. വാട്ട് ഈസ് ഇൻ മൈ ബാഗ്? ഇതറിയാലോ, ഒരു ബാഗിനുള്ളിൽ ഇഷ്ടം പോലെ പേഴ്സുകൾ. പോണതെങ്ങോട്ടാ? പരുമലയ്ക്ക്. 5 മിനിറ്റോളം അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. ഈ കൊടിമരത്തിലാണ് പെരുന്നാൾ കൊടിയേറണം. എങ്ങനെ? നിങ്ങളുടെ ഇവിടുത്തെ പരിപാടി കഴിയുമ്പോൾ നിങ്ങൾ കാറിലേക്ക് പോകും. എനിക്ക് താമസമുണ്ടെന്ന്. ഈ സ്ഥലം പൊടിയാടി. അമ്മയുടെ ഫേവറേറ്റ് സ്ഥലങ്ങൾ ആ സ്ഥലത്തിന്റെ പേരമ്മ കണ്ടോ? പൊടിയാടി അല്ല, ഉണ്ടപ്പാവ്. ഞാനൊക്കെ പരുമലയ്ക്ക് ചെറുപ്പത്തിലെ വരുമ്പോ ഈ സ്ഥലം മുഴുവൻ കരിമ്പ് ഇങ്ങനെ പൂത്ത് നിൽക്കുവായിരുന്നു. കോടിമതയുള്ളവർ കൈവക്കുക. ഞങ്ങൾ ക്ഷീണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതെന്തിനാണെന്ന് ഒരിക്കൽ നമ്മൾ ചോദിച്ചപ്പോഴാരോ കമന്റ് ആണ് കേട്ടോ ഇട്ടിരുന്നത്. ബിയപുരം എന്ന് പറഞ്ഞ ഒരു പള്ളിയിൽ ഈ ഒരു കല്യാണ ശുശ്രൂഷ നടത്തിയപ്പോ മോതിരവാഴ്വിനിങ്ങനെ മോതിരം വാഴ്ത്തിയപ്പോ മോതിരം താഴെ വീണു എന്നാ പറയണത്. എനിക്കിനി വേറെ ഒരു വിവാഹ ശുശ്രൂഷ നടത്താനുള്ള ഒരു അവസരം ഉണ്ടാവൂല എന്നുള്ളത് കാണിക്കുന്നതിന്റെ മുന്നോടിയായി തന്ന. അങ്ങനെ നമ്മുടെ നാഗമ്പടം പാലത്തിലേക്ക് കയറിയാണ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? സീറ്റുണ്ടോന്ന് ഓടിച്ചെന്ന് നോക്കണം. അപ്പൊ ഞങ്ങള് 2 പ്രാവശ്യമായിട്ട് പോണെന്ന് വിചാരിച്ചിട്ട് 2 ആഴ്ചകളിൽ പറ്റാതെ 3-ാമത്തെ ആഴ്ച പോവാനായിട്ട് തയ്യാറെടുക്കുക. ഇന്ന് നവംബർ 8-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ടാട്ടോ വീഡിയോ എടുക്കണത്. നെറ്റിലാണ് 9 മണി 9:30 ആയിട്ടൊക്കെ. എന്നാ പറയാൻ വന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 3rd വീക്കിന് ഞങ്ങൾ പോവാനായിട്ടായിരുന്ന ഒരു പള്ളിയില്. അത് സാധിച്ചില്ല. 4th വീക്കിന് എൻ്റെ അമ്മയുടെ കുർബാന ചെല്ലിക്കുന്നതായതുകൊണ്ട് അന്നും പറ്റിയില്ല. നവംബർ 1st വീക്കിന് പെരുന്നാളായതുകൊണ്ട് ആ സമയത്ത് പോകാറില്ല. ഭയങ്കര റഷായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എവിടെയാന്ന്. എല്ലാവരും ഞങ്ങളോട് 1 മാസമായിട്ട് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചോദിക്കാറുണ്ട്, പരുമലയ്ക്ക് വരുന്നില്ലേ, പരുമലയ്ക്ക് വരണില്ലേ എന്ന്. അപ്പം നാളെ 9-ാം തീയതി ശനിയാഴ്ച വെളുപ്പിന് പോകാനുള്ള തയ്യാറെടുപ്പെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. തയ്യാറെടുപ്പൊന്നുമില്ല, പള്ളിയിൽ പോകുമ്പോൾ അതിൻ്റെതായ ഒരു തയ്യാറെടുപ്പ് അത്രേ ഉള്ളൂ കേട്ടോ. തയ്യാറെടുപ്പുകൾ എന്നാന്ന് പറയാം. അപ്പം ഇതിപ്പോൾ 3 പേരും കൂടെ പോണത് കൊണ്ടാണ് ഇങ്ങനെ തയ്യാറെടുത്ത് പോണത്. അല്ലാതെ ഞാൻ തന്നെ ട്രെയിനിനിടയ്ക്ക് പോകാറുണ്ട്. തിരുവല്ലായി ചെന്നേച്ച് ബസ് കയറി അങ്ങനെ പോയി പോരും. അതുപോലെ തന്നെ അവിടെ നിന്ന് തിരുവല്ലായി വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് ട്രെയിൻ കയറി പോരാറുണ്ട്. ഇതിപ്പോൾ 3 പേരും കൂടെ പോകുമ്പോൾ കുറച്ച് തയ്യാറെടുപ്പോട് കൂടി വേണം പോകാൻ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് സൗകര്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാമല്ലോ. അപ്പം ലൈറ്റായിട്ട് പള്ളിയിൽ ചെന്ന് കുർബാനയൊക്കെ കഴിഞ്ഞ് കബറിലൊക്കെ പോയി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട്, അത്യാവശ്യമുള്ള പരിപാടികൾ കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊണ്ടുപോകും. സ്ഥിരമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്ന ഭക്ഷണം നമ്മുടെ വണ്ടിയിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഭക്ഷണം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇഡലിയാണ് കൊണ്ടുപോകാറ്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇഡലി ആകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇഡലി കിണ്ണത്തിലേക്ക് കോരി ഒഴിച്ച് വെച്ച് വേഗം തേങ്ങ ഇരണ്ടി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ദോശയാകുമ്പോൾ നിന്ന് ഓരോന്നോരോന്ന് ചുട്ടെടുക്കണം. അപ്പം ഇഡലി ആകുമ്പോൾ സൗകര്യം കൊണ്ടുപോകാൻ തന്നെയല്ല. പിന്നെ അത് പെട്ടെന്ന് വെന്ത് കഴിഞ്ഞാൽ അത് അടർത്തി പാത്രത്തിലാക്കി ഡബ്ബയിലാക്കി വെച്ച് നമുക്ക് എടുത്തിട്ട് കൊണ്ടുപോകാൻ സൗകര്യം ഉള്ളത് കൊണ്ടാണ് അത് കൊണ്ടുപോകണം. പിന്നെ ആവിയിൽ പുഴുങ്ങണ സാധനമായതുകൊണ്ട് നമുക്ക് കഴിച്ചോ വയറിനും വലിയ വിഷയങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ചെറുപഴ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പിന്നെ കാപ്പി ഞങ്ങളങ്ങനെ ഫ്ലാസ്കിൽ പാലിൽ ഒഴിച്ച കാപ്പിയും ചായയും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. ഫ്രഷായിട്ട് തേത്ത് കുടിക്കുന്നത് നിങ്ങൾ കാണാറുണ്ടല്ലോ. എന്ന് വെച്ച് ഉപയോഗിക്കില്ലെന്നല്ല, ആവശ്യങ്ങൾ വന്നാൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഞങ്ങൾ കാപ്പി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും തന്നെ പള്ളിയിൽ അവിടെ പോണവർക്കറിയാം, കോഫി വെൻഡിങ് മെഷീനിൽ നിന്ന് കാപ്പി എടുത്ത് ഇവർ 2 പേരും, ഇവള് ചിലപ്പോഴേ കുടിക്കുള്ളൂ, ഹസ്ബൻഡ് അങ്ങനെയാണ് കുടിക്കാറ്. ഞാനതിലെ കാപ്പി കുടിക്കാറില്ല, എനിക്ക് താല്പര്യമില്ല. അമ്മ വെൻഡിങ് മെഷീനിലെ താല്പര്യമില്ല. കടുപ്പം കുറവ്, മധുരം കൂടുതൽ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇത് കഴിക്കും. അമ്മയ്ക്ക് നല്ല കടുപ്പം വേണം, നല്ല കടുപ്പം. ഇന്നലെ ഇവിടുത്തെ ഒരു ബന്ധു വന്നു, ഞങ്ങളുടെ വർഷങ്ങൾ കൂടി വന്നതാണ്. ഇവിടുത്തെ അപ്പച്ചന്റെ റിലേറ്റീവ് ആണ്, ബോംബെന്ന് വന്നതാ. അവര് വന്നപ്പോ ഇപ്പൊ ഞാനിത് പറഞ്ഞല്ല, ചായ കൊടുത്തു കഴിഞ്ഞപ്പോ ഉടനെ പറഞ്ഞു, ആന്റി നല്ല നമ്പർ 1 സ്ട്രോങ് ചായ. അപ്പൊ ഞാൻ പറഞ്ഞു കോംപ്ലിമെന്റിന് പ്രത്യേകം നന്ദി. അപ്പൊ അതൊന്നും അല്ല പറയാൻ വന്നത്, ചായ നല്ല കടുപ്പമെന്ന് നീ പറഞ്ഞതാ. അപ്പൊ ഞങ്ങള് രാവിലെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ പല പ്രാവശ്യം ഞാൻ തന്നെ പോകുമ്പോൾ, പക്ഷെ അവിടെയുള്ള ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാറുണ്ട് കേട്ടോ. ഒരപ്പമൊക്കെ മേടിച്ച് കഴിക്കും. തന്നെ പോകുമ്പോൾ ട്രെയിനിന് പോകുമ്പോൾ വെളുപ്പിന് 5:30 പോകുമ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ട് പോകല് പ്രാക്ടിക്കലി നടക്കൂല. അപ്പം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇച്ചിരി
ഫിഷറിൽ പോകാമല്ലോ, നമ്മുടെ സ്വന്തം വണ്ടിയിലാകുമ്പോൾ അങ്ങനെ വിഷയങ്ങളില്ലല്ലോ. അപ്പം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോകും രാവിലത്തെ. അപ്പം ആ കൂടെ കാപ്പി ഇവരവിടെ നിന്ന് ഇഷ്ടമുണ്ടെങ്കിൽ ഇവർ മേടിച്ച് കഴിക്കും, ഇല്ലെങ്കിൽ ഞാൻ കുടിക്കാറില്ല. കുടിവെള്ളം കൊണ്ടുപോകും ഡെയിലി. ഇപ്പം ഇതിലൊന്നുമില്ല കേട്ടോ, ഫ്ലാസ്കൊക്കെ കഴി റെഡിയാക്കി വെച്ചേക്കണതാ. ചെറു ചൂടുള്ള കുടിവെള്ളം ഇതിൽ കരുതും. അത് അപ്പയ്ക്ക് ചെറു ചൂടുള്ള കുടിവെള്ളം വേണം. ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് സാധാരണ ഫ്ലാസ്കില് സാധാരണ വെള്ളം. 2 ഫ്ലാസ്കുമായിട്ടാ പോവാറ്. വെള്ളം നമുക്ക് ഇഷ്ടം പോലെ കുടിക്കണമല്ലോ. തിരിച്ചു പോരുമ്പോഴൊക്കെ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പൊ 2 വെള്ളം കൊണ്ടുപോകും. പിന്നെ കൈ കഴുകാൻ അവിടെ ടാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണോണ്ട് നമ്മളൊരു കുപ്പിയില് കൈ കഴുകാനായിട്ടുള്ള സാധാരണ വെള്ളവും കൊണ്ടുപോകാറുണ്ട്, പ്ലാസ്റ്റിക് കുപ്പിയില്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോണേ. അതിനുവേണ്ടി ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് ചുടാനുള്ളത് കൊണ്ട് നേരത്തെ അരച്ച് വെച്ചാലല്ലേ ആട്ടണം നാട്ടോ വായിൽ വന്നത്, അങ്ങനെ പറയണമുണ്ട്. പൊങ്ങി വരുവോളൂ, പുളിച്ച് ശരിയായി വരുവോളൂ ഇഡലിക്ക്. അപ്പൊ ഞാൻ വൈകുന്നേരം 5:30 ആയപ്പോഴത്തേക്കും അരച്ചു വെച്ചതാണ്. സ്വല്പം കഴിക്കുള്ളൂ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാരണവും പറയാം. പള്ളി കഴിഞ്ഞ് വെളുപ്പിന് ഇവിടുന്ന് പോകും, പക്ഷെ ആ പള്ളി കഴിഞ്ഞ് പിന്നെ അവിടെ കുർബാനപ്പണ അടക്കൽ, അവിടെ അധ്യാല വസതി, അവിടെ എല്ലാം പോയി എല്ലാ പരിപാടി കബറിങ്ങിലെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കും. പക്ഷെ തിരിച്ചു പോരുമ്പോൾ ഞങ്ങളൊരു 12:30 ഒക്കെ 12:30 1 മണിയാകുമ്പോഴത്തേക്കും തെള്ളകത്ത് വരും. അപ്പൊ അവിടെ നിന്ന് ഒരു ആര്യ ഹോട്ടലിൽ കയറിയാണ് മീൽസ് കഴിക്കുന്നത്. തെള്ളകത്ത് പറഞ്ഞ റെസ്റ്റോറന്റിന്റെ പേര് അന്നപൂർണ. ആര്യെന്ന് അറിയാതെ പറഞ്ഞ, കാരണം വെജിലല്ലേ നമ്മളെപ്പോഴും കയറുന്നത്. അപ്പൊ അന്നപൂർണ കയറി മീൽസ് കഴിക്കുന്നത് കൊണ്ട് രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ. അപ്പൊ 2-3 ഡെലിവറി. ഞാൻ 2 കഴിക്കാറുള്ളൂ, ഇവളും 2 കഴിക്കാറുള്ളൂ. ഒരു 4 ഹസ്ബൻഡ് കഴിക്കും. അപ്പോൾ ഒരു 5-8 കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. അത് കാരണം സ്വല്പം കരുതുന്നതാണ്. പിന്നെ പഴങ്ങളും കൊണ്ടുപോകും കേട്ടോ, പച്ചപ്പഴം അല്ലെങ്കിൽ പഴംകുടമ്പഴ എന്തെങ്കിലും ഇരിക്കുന്ന പഴയതാന്ന് വെച്ചാൽ അതും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് തള്ളകത്ത് കയറി മീൽസും കഴിഞ്ഞ് ഒരു 3-3:30 ആകുമ്പോഴത്തേക്കും തിരിച്ചു വരും. അപ്പം എല്ലാവരും ചോദിക്കാറില്ലേ പോയില്ലേ വരണില്ലേ എന്ന്. അത് 1-2 ആഴ്ച ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് വൈകിപ്പോയി. പിന്നെ പെരുന്നാളിൻ്റെ ആ ഡേയില് ഞങ്ങളുടെ കുടുംബത്തിലെ ചേട്ടന്മാരുടെ വീടുകളിൽ നിന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വല്യപ്പയൊക്കെ പോയത് സെക്കൻഡ് സർവീസിനാണ്. അതായത് 4 മണിക്ക് അല്ല, അവിടെ ചെന്നപ്പോഴത്തേക്ക് 6 മണിയോടടുത്തു സർവീസ് കഴിയുമായിരുന്നു മമ്മി പറഞ്ഞു. സെക്കൻഡ് സർവീസ് ചാപ്പലിലാകട്ടെ, പിന്നെ തേർഡ് വെല്ലുവിളി നല്ല പള്ളിയിൽ വെച്ച് നടത്തണം. ഫസ്റ്റ് സർവീസും പള്ളിയിലാണ് നടന്നത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പെരുന്നാൾ സമയത്ത് പോയി ആ പരിസരത്തേക്ക് അടുക്കാൻ മേലാത്തതുകൊണ്ട് പെരുന്നാളിന്റെ ടൈമിൽ പോകാറില്ല. പക്ഷേ ഒരു വർഷം ഞാൻ 26-ാം തീയതി പെരുന്നാൾ കൊടിയേറിയെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു വെറ്റിലേറി പങ്കെടുക്കണമെന്ന്. ഞാൻ അതിനു വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് ട്രെയിനിൽ പോകാറുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ. അന്നേരം ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊന്നും ഉണ്ടാവൂല. ഒരു ഫ്ലാസ്കിൽ വെള്ളം കരുതും, കുടിവെള്ളം. പിന്നെ നമുക്ക് പോന വഴി വെള്ളം മേടിക്കാം, കുപ്പിയിൽ വെള്ളം മേടിക്കാറുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ആവൂല. അത് കാരണം എന്നാലും ഞാൻ കയ്യിൽ രാവിലെ പോകുമ്പോൾ ഒരു കുടിവെള്ളം കരുതാറുണ്ട്. പിന്നെ എന്തെങ്കിലും പഴങ്ങൾ ചിലപ്പോൾ കയ്യിൽ കരുതും. അപ്പം അവിടെ ചെന്നിട്ട് കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ നമുക്ക് മാനേജർ അച്ഛനെ കയറി കാണാം. കഴിഞ്ഞ വർഷം ഇരുന്ന അച്ഛൻ ഈ വർഷം മാറിയിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ തന്നെ ഒരു 2 മാസം മുമ്പ് പോയപ്പോൾ മാനേജറുടെ അവിടെ ഡോറെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് മനസ്സിലായില്ല കേട്ടോ മാറിയിട്ടുണ്ടോന്ന്. എന്തായാലും ആ അച്ഛനോട് ചോദിച്ചിട്ട് നമുക്ക് അവിടെ എടുക്കാവുന്ന പടങ്ങളൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാം. ഇത് മിക്കവാറും എല്ലാവരും തന്നെ പോകുന്ന പള്ളിയായിരിക്കും. എങ്കിലും പോവാൻ സാധിക്കാത്തവർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ എടുക്കാറ്. അപ്പം സാധിക്കുമെങ്കിൽ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് എത്ര മണിക്ക് കിടക്കും? ഇന്ന് നേരത്തെ കിടക്കും, 10:30 10:30 കഴിയുമ്പോൾ കിടക്കും. അല്ലെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേക്കണം. എത്ര മണിക്ക് എണീക്കാനാ ഉദ്ദേശിക്കുന്നത്? 4 മണിക്ക് എണീക്കണോ അല്ലേ? അല്ലെങ്കിൽ രാവിലെ 5:30 പത്രം വന്നു കഴിഞ്ഞാൽ ഉടനെ പോകണം എന്നാ ഉദ്ദേശിക്കുന്നത്. പേപ്പറുമായിട്ട് പോകണം. അല്ല, പേപ്പറുമായിട്ട് പോണതല്ല, പേപ്പർ പിന്നെ പുറത്ത് കിടന്നാൽ ശരിയാവില്ല. കാരണം മഴയൊക്കെ വന്നാൽ നനഞ്ഞു പോലും. അതുകൊണ്ട് അതെടുത്ത് പോകും. ഇറയത്ത് പേപ്പർ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇറയത്താണ് പേപ്പർ ഇടുന്നത്. പക്ഷെ ചാറ്റമഴയല്ലോ വന്നാൽ പിന്നെ അങ്ങനെ അവിടെ കിടക്കണത് ശരിയല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങ് പോയാൽ പിന്നെ കുഴപ്പമില്ല എന്നൊക്കെയാണ് മനസ്സിലിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ പകർത്താൻ പറ്റുന്നതൊക്കെ പകർത്താൻ പറ്റുവാണെങ്കിൽ പകർത്തി കാണിക്കാം കേട്ടോ. അപ്പൊ പലരും ഈ പടങ്ങൾ കാണുമ്പോൾ പറയാറുണ്ട് വർഷങ്ങളായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. പുറത്തൊക്കെ ഉള്ളവർ പറയാറുണ്ട് ഇത് കണ്ടതിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ പോകുന്നതായിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് തോന്നും നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ എന്നൊക്കെ പറയാറുണ്ട്. നല്ലതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് വീണ്ടും കാണിക്കാൻ ഞങ്ങൾക്കൊരു പ്രചോദനം കേട്ടോ. അപ്പൊ പിന്നെ പോണ വഴി രസകരമായ സംസാരം എടുക്കാം. തവളക്കുഴി, മാവിളങ്ങ്,
പിന്നെ ഒരുപാട് സ്ഥലം അതൊക്കെ ഇപ്പഴേ പറയണ്ട, പോണ വഴിക്ക് നമുക്ക് ഓരോന്ന് പറയാം. ഞാൻ ഇന്നാള് പോയപ്പോ ഇതൊക്കെ കോടതി കണ്ട് ഞാനിങ്ങനെ ചിരിച്ചു. അത് ഓർത്താ നമ്മള് പോകുമ്പോ ഇതൊക്കെ ശ്രദ്ധിക്കാറില്ല. വളഞ്ഞവട്ടം അത് നാളെ പറഞ്ഞാൽ മതി, ഇന്നേ പറയണ്ട. അപ്പൊ ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ അങ്ങനെ നമുക്ക് കണ്ടു പോരാ അല്ലേ. അപ്പൊ ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്. ഇനി നാളെ രാവിലെ ക്യാമറ ഓൺ ആകും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആരും പറയണില്ലല്ലോ. ഏഹേ, ഇതെന്നെ നിലത്തിരിക്കണേ. ദേ അമ്മ എനിക്ക് ഇടാനുള്ള പല വിധത്തിലുള്ള ഡ്രസ്സുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഇടാൻ പാടുള്ളൂ. ഓ 3 ഉണ്ട്. വേറെ ഒന്നും ചൂസ് ചെയ്യാൻ പാടില്ല. അതാണ് അതിന്റെ അർത്ഥം. കാരണം ഡ്യൂപ്ലിക്കേറ്റ് അല്ല പോണ്ടത്, മര്യാദക്ക് വേഷമുണ്ട്, അതിലേതെങ്കിലും ഇടുക. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും അമ്മ ഇതിനകത്ത് എല്ലാം എടുത്തു വെച്ചു. കാരണം ഞാൻ 4 ഉണർന്നായിരുന്നേ, 6 പോണോന്ന് അപ്പ പറഞ്ഞിട്ടുണ്ട്. പേപ്പർ വന്നു അനൂപ്. ലൈറ്റായിട്ട് കഴിക്കാം. ചമ്മന്തി തുറക്കൂല കേട്ടോ, കാരണം അവിടെ ചെന്ന് തുറക്കുമ്പോ വേണമെങ്കിൽ കാണും. കട്ടയാ തേങ്ങാ ചമ്മന്തി. കാരണം അല്ലെങ്കിലേ ലീക്കേജ് വന്ന പാത്രത്തില്, അതുകൊണ്ട് കട്ട. പിന്നെ പള്ളിയിൽ പോകുമ്പോ നമ്മള് മിതമായിട്ട് കഴിക്കുക. പള്ളിയിൽ പോകുമ്പോഴല്ല കഴിക്കണ, പള്ളി കഴിഞ്ഞിട്ട്. പൂ പോലത്തെ ഇഡലി അതും കുറച്ചേ ഉള്ളൂ, കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടാട്ടോ. ഇടാനുണ്ടായിരുന്നു ഇഡലി. പിന്നെ നിങ്ങൾക്ക് 2 പേർക്കും കഴിക്കാൻ ഒരേ പ്ലേറ്റ് ഉണ്ട്, സോസർ. അമ്മയ്ക്ക് കഴിക്കാനോ? സ്പൂണാ. 2 ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, തിരിച്ചു വരുമ്പോ കഴിക്കണം എന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് കഴിക്കാൻ ഈ ചട്നി പാത്രത്തിന്റെ അടപ്പ. പിന്നെ ഇത് കൈ കഴുകാനുള്ള വെള്ളം. ഊണുമേശയിട്ട് സൂം ചെയ്തോ, കൈ തുടയ്ക്കാൻ ടർക്കി. ഊണുമേശയിട്ട് സൂം ചെയ്ത 3 ഇതിൽ വെള്ളം വെച്ചിട്ടുണ്ട്, 3 പേർക്കും വെള്ളം. ഇത് കൈ കഴുകണ വെള്ളം കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഇതിൽ കൊണ്ടുപോയി വെക്കാം. ഇതിന് മുമ്പ് ആ വെള്ളം കൂടെ കാണിക്കാം. പിന്നെ നമുക്ക് ബാഗുകൾ, സാമഗ്രികൾ എല്ലാവർക്കും എല്ലാം ഉണ്ട്. പ്രാർത്ഥിക്കാനുള്ള പുസ്തകങ്ങൾ എല്ലാമായിട്ടാണ് പോണത് എൻ്റെ സഞ്ചിക്കകത്ത്. ഇതിനകത്തെല്ലാം ഉണ്ട്. ഓ, ഇതിനൊക്കെ ആയിട്ടാണ് ആ സഞ്ചി മേടിച്ചത്. ഞാൻ തന്നെ ട്രാവൽ ചെയ്യുമ്പോഴേ പല സംഗതികളും ഉണ്ട് ഇതിനകത്ത്. വാട്ട് ഈസ് ഇൻ മൈ ബാഗ്? ഇതറിയാലോ, ഒരു ബാഗിനുള്ളിൽ ഇഷ്ടം പോലെ പേഴ്സുകൾ. ഇതെന്തിനാന്നറിയാലോ? അതെന്തിനാന്ന് നിനക്കറിയാം. ഞാൻ പറയേണ്ട കാര്യമില്ല. അതേ നമസ്കാര പുസ്തകങ്ങൾ. പിന്നെ ഒരു കവറും വെച്ചിട്ടുണ്ട്, കണ്ണാടി ഇട്ടിട്ടുണ്ട്. ഇനി ചീപ്പും കൂടെ അതിനകത്തേക്ക് വെക്കണം. ഏതാണ്ടൊക്കെ മരുന്നുമുണ്ട്. മരുന്നൊക്കെ എമർജൻസി കൊണ്ടടക്കണമല്ലേ, സ്ഥിരം ആവശ്യമുണ്ട്. അതുകൊണ്ടാ. അപ്പൊ ഇത് അടയ്ക്കുവാണേ. വെള്ളം കൂടെ കാണിച്ചു വന്നിട്ട് ഡ്രസ്സ് മാറ്റി കാറി വയ്ക്കാം. ഏറ്റവും വലുത് അപ്പയ്ക്ക. ചെറിയ ചൂടുണ്ട് അതില്, ചെറിയ ചൂട്. ഇത് എന്റെ നുള്ളട്ട. ഇത് നിനക്ക് ഇതില് വെള്ളം. അത്രേ ഉള്ളൂ. മണി 5:30. ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാട്ടോ. വളരെ ഉഷാറില്ല. രാവിലെ നല്ല ഉഷാറാ. പോണത് എങ്ങോട്ടാ? പരുമലയ്ക്ക്. അങ്ങോട്ടാ. ഓക്കെ. പേപ്പർ വന്നു. ഇനിയിപ്പോ വേറെ കാത്തിരിപ്പില്ല. 4:55. അപ്പൊ ഷേവ് ചെയ്തൊന്നും പേപ്പർ വന്നു. അമ്മയുടെ പറച്ചില് പക്ഷെ അങ്ങനെയല്ല. 5-ന് 5 മിനിറ്റ്. അങ്ങനെയൊക്കെ പറയും. ഇതിപ്പോ 4:55 പറഞ്ഞു. അപ്പൊ പറഞ്ഞത് അനൂപ് വന്നിട്ടുണ്ടെന്ന്. നമ്മളൊക്കെ പറയണ 4:55 പക്ഷെ അമ്മ എണീറ്റ് വന്നപ്പോ പറയാ 5-ന് 5 മിനിറ്റോളം പേപ്പർ വന്നു. ഇവിടെ ഒന്നുമില്ല. അതിലൊന്നുമില്ല. ഓക്കെ, പുറത്തെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുക മഞ്ഞ് പെയ്യുന്ന ഒരു രാവിലെയാണ് കേട്ടോ. പക്ഷെ മഞ്ഞൊന്നും പെയ്യുന്നില്ല, നല്ല തണുപ്പുണ്ട്. തെർമോമീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ എത്ര ഡിഗ്രി തണുപ്പുണ്ടെന്ന് കാണിച്ചു തന്നേന്. കിളികളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. 5:30 ആയിട്ടും ലേറ്റ് നൈറ്റ് പോലെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ടൈമിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇരുട്ട് കൂടുതലുള്ള ടൈമല്ലേ, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ 6 മണിയൊക്കെ ആവും നേരം വെളുത്ത് വെള്ള വീശണമെങ്കിൽ, കിഴക്ക് വെള്ള വീശണമെങ്കിൽ. കിഴക്ക് വെള്ള വീശി തുടങ്ങിയിട്ടില്ല. അപ്പം ഡിക്കി തുറന്നു വെച്ചിട്ടുണ്ട്, സാധനങ്ങളിപ്പോൾ കയറ്റും. അതാ കേട്ടോ, നല്ല കൂരിരുട്ട്. അമ്മയ്ക്ക് നല്ല ഉത്സാഹം ഇതൊക്കെ. വെള്ളം ഡിക്കിയിൽ വെച്ചേക്കാം, കൈ കഴുകാനുള്ള. കൈ കഴുകാനേ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇറങ്ങുവാണ്.
ചെരുപ്പിട്ടെ. ഇരുട്ടായല്ലോ മൊത്തം. ചെരുപ്പ് മറ്റേത് ചുമപ്പിഞ്ഞിട എന്നിട്ട് ഫോട്ടോ വിടേ. ഭൂമി വെളുത്തു പറഞ്ഞു. ഭൂമിയൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഷൂ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിങ്ങനെ കൊട്ടിയെടുക്കുക. അത് അപ്പൊ ചെറുപ്പം പോലെ പറയുന്ന ഒരു പോയിന്റ് അല്ലേ, എപ്പോഴും കൊട്ടണമെന്നുള്ളത്. ഇവിടെ കാണാമല്ലോ കൂട്ടാ. അങ്ങനെ നീണ്ട 2.5 മണിക്കൂറോളം യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പരുമല എത്തി. ഞാനാണ് അങ്ങോട്ട് ഡ്രൈവ് ചെയ്തത് കേട്ടോ, അതുകൊണ്ടാണ് പോണ വഴിയൊന്നും കാണാതിരുന്നത്. സാരമില്ല, ആ വിഷമം നമുക്ക് തിരിച്ചു വരുമ്പോൾ തീർക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടതിന് ശേഷം നേരെ പള്ളിയിലേക്ക് നടക്കുവാണ്. ആദ്യം ഒന്ന് വാഷ്റൂമിലൊക്കെ പോയായിരുന്നേ. പിന്നെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പെർമിഷൻ വേണം, അത് നമ്മൾ വാങ്ങിയായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. ആദ്യം അമ്മ പോയി തിരി മേടിക്കാമെന്ന് പറഞ്ഞു. അവിടെ പെരുന്നാൾ ജസ്റ്റ് അങ്ങ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളേ, അതുകൊണ്ട് പന്തലൊക്കെ അഴിച്ചു വരുന്നേ ഉള്ളൂ. അതാണ് പള്ളിയുടെ ഫുൾ വ്യൂ കിട്ടാത്തത് കേട്ടോ. ദേ അവിടെ പന്തൽ അഴിക്കുന്നതിൻ്റെ കയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ വളഞ്ഞു പോണേ. ധാരാളം ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തവണ പെരുന്നാളിന് മുമ്പ് പല തവണ വരാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലും അതിന് ശേഷമാണ് വരാനായിട്ട് കഴിഞ്ഞത്. എന്തോ ഓരോരോ തടസ്സങ്ങൾ ഇങ്ങനെ വരികയായിരുന്നു. എന്തായാലും ഇപ്പോഴാണ് ദൈവം അതിന് പറ്റിയൊരു അവസരം തന്നേന്ന് കരുതുകയാണ്. എന്തായാലും ഇപ്പം നമുക്ക് വരാൻ സാധിച്ചല്ലോ, അതൊരു വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു. അവിടെ തിരി കണ്ടോ, ഒരാൾ പൊക്കത്തിലുള്ള തിരിയൊക്കെ ഉണ്ട് കേട്ടോ. വഴിപാടൊക്കെ ആയിട്ടാണ് അത് പലരും വാങ്ങി കത്തിക്കുന്നത്. ഞാനും മുൻപ് വന്നപ്പോഴൊക്കെ പല തവണകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടേ. അതുപോലെ മുത്തുക്കട പിടിച്ച് പള്ളിക്ക് ചുറ്റും നടക്കുന്ന ഒരു വഴിപാടൊക്കെ ഉണ്ട്, അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്തവണ നമ്മൾ സാധാ തിരിയാണ് വാങ്ങിയത്. അതിനുശേഷം എല്ലാ തവണ പോകുമ്പോഴും നമ്മൾ കുറച്ച് പേരുടെ പേരിൽ കുർബാന കഴിപ്പിക്കാറുണ്ട്. അതൊരു ബുക്കിൽ പേരുകളൊക്കെ അമ്മ തലേ ദിവസം എഴുതി വെക്കും. അതവിടെ ഓഫീസിൽ നമ്മൾ പേരുകളൊക്കെ ആദ്യം തന്നെ കൊടുക്കും കേട്ടോ. ഇനി നമ്മൾ പള്ളിയിലേക്ക് കയറുവാണ്. ഒത്തിരി പച്ചപ്പായല്ലേ ഇപ്പൊ ഇവിടെ, ഒത്തിരി ചെടികളായിട്ടോ. ചെടികൾ ഇവിടെ ഇരുന്നത് പെരുന്നാൾ പ്രമാണിച്ച് ഇങ്ങോട്ട് മാറ്റി. പഴയ കെട്ടിടം പറഞ്ഞു കൊടുക്കുക. പണ്ടത്തെ സെമിനാരി ആയിരുന്നു, പക്ഷെ അത് പന്തലിട്ട പെരുന്നാളിന്റെ പന്തലിട്ട കാരണം അതിന്റെ കിട്ടൂല, മറിഞ്ഞു പോയി. കുറച്ച് അങ്ങോട്ട് നീങ്ങെടുത്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ കിട്ടുമായിരിക്കും. ഫ്രണ്ട് വ്യൂ നല്ല ഭംഗിയല്ലേ ആ മുഖവാരം. അതെ 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 അതെ. പന്തലില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇത് ഏകദേശം എത്ര വർഷം പഴക്കം ഉണ്ടാവും? തിരുമേനിയുള്ള കാലത്ത് അതിന്റെ ആ ബോർഡുണ്ട് ഇവിടെ. അവിടെ ചെന്ന് കഴിഞ്ഞാല് ബോർഡ് ഉണ്ടായിരുന്നു. ആ ഗേറ്റിന്റെ അവിടെ പോയി എടുത്തോ വേണമെങ്കിൽ. കുഴപ്പമില്ല. നല്ല രസമാണ് മുഖവാരം അല്ലേ, അങ്ങനത്തെ മുഖവാരം നല്ല രസം. ഏതാ? അതെ 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 അതെ, നല്ല പഴമ തോന്നി. കണ്ടോ, ഇവിടെ നല്ല പച്ചപ്പായി. പണ്ട് നമ്മൾ വരുമ്പോൾ ഇത്രയും അങ്ങ് പച്ചപ്പ് ആയിട്ടില്ല. അന്നും ഉണ്ടായിരുന്നു, ചെടികളൊക്കെ ഉണ്ടായിരുന്നു, വളർന്നു വന്നേ ഉണ്ടായിരുന്നു. അല്ല, വളർന്നു വന്നേ ഉണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ക്ലീനിങ്ങും പിന്നെ മരങ്ങളൊക്കെ നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം നല്ല തണൽ മരങ്ങളല്ലേ. പള്ളിക്ക് സ്ഥലം കൊടുത്ത ആളുടെ പള്ളിക്ക് സ്ഥലം കൊടുത്ത ആളുടെ കബറിടാണല്ലേ, പള്ളിയുടെ നേരെ മുമ്പിൽ. പള്ളിയുടെ വരാന്തയിലായിരുന്നു. എന്നിട്ട് ഇത് പള്ളി പൊളിച്ചു പണിതില്ലേ, അന്നേരം സൈഡിലായിട്ട് ഇങ്ങനെ മുമ്പിൽ തന്നെ. നമ്മൾ ആദ്യം പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നുകൂടി കയറുവാണേ. കയറിക്കോ. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ പരുമല എന്ന കൊച്ചു ടൗണിൽ പമ്പാ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച് എന്ന പരുമലപ്പള്ളി പരുമല തിരുമേനിയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കുകയുണ്ടായി. പിന്നീട് 1895 കൂദാശ ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ധാരാളം സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തരെ ഉൾക്കൊള്ളിക്കുന്നതിനുമൊക്കെയായിട്ട് പള്ളി പിന്നീട് പുതുക്കി പണിയുകയുണ്ടായി. 1995 ശിലാസ്ഥാപനം നടത്തുകയും ഏതാണ്ട് 2000 ആണ്ടിനോട് അനുബന്ധിച്ചിട്ടാണ് ഈ പുതിയ പള്ളിയുടെ പണി പൂർത്തീകരിക്കുകയും ശേഷം കൂദാശ ചെയ്യപ്പെടുകയും ചെയ്തത്.
പള്ളിയുടെ ഇൻസൈഡ് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ധാരാളം ആളുകൾ വരുന്നതല്ലേ. അപ്പോൾ ഏകദേശം 2000-ഓളം ആളുകൾക്ക് ഒരേ സമയം ആരാധനയിൽ പങ്കുകൊള്ളാവുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഫേമസ് ആർക്കിടെക്റ്റായ ചാൾസ് കൊറിയ, അദ്ദേഹമാണ് ഈ പുതിയ പള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പള്ളിക്കകത്ത് പ്രധാന മദ്ബഹയുടെ അടുത്തായിട്ട് 4 ത്രോണോസുകളും സ്ഥിതി ചെയ്യുന്നു. എപ്പോഴും തന്നെ ധാരാളം ആൾക്കാർ അവിടെ പ്രാർത്ഥനയിൽ മുഴുകി ധ്യാനനിരതരായി ഇരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം സൈലൻസും ഡിസിപ്ലിനും എല്ലാം നമ്മൾ പള്ളിക്കകത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ ആരാധനാലയങ്ങളും അങ്ങനെയാണല്ലോ. നമ്മൾ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയിൽ മുഴുകി ഇരിക്കേണ്ട ഒരു സ്ഥലമായതിനാൽ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് അവിടുത്തെ മാമോദീസ കല്ല്. ഞങ്ങളും കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇത്രയധികം ജനങ്ങൾ വരുന്ന സ്ഥലമാണെങ്കിലും എല്ലാവരും തന്നെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നതിനാൽ അവിടെ എപ്പോഴും ഒരു ഡീപ്പ് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പള്ളിക്കകത്തെ ചുവരിലെ ഈ ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻറ്റിങ്സിലേക്ക് പുറത്തുനിന്നുള്ള ആ വെളിച്ചം തട്ടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മനോഹാരിത വർദ്ധിക്കുന്നതായിട്ട് തോന്നിയത്. പള്ളിക്കകത്തേക്ക് കയറുന്ന എൻട്രൻസ് ആണ്, അതായത് കവാടവാതിലാണ്. നമ്മൾ ഇതിലൂടെയല്ല കയറിയത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ രണ്ടാമത് എടുത്ത് കാണിക്കുന്നത്. കണ്ടോ, ഇതാണ് പ്രധാന കവാടം. ഇതിലൂടെ നമ്മൾ അകത്തേക്ക് കയറി. എത്ര മനോഹരമായിട്ടുള്ള വാതിലാണെന്ന് നോക്കിയേ, ആ 2 വശത്തും സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിലൂടെ നമ്മൾ അകത്തേക്ക് കയറി. ഇതാണ് പള്ളിയുടെ മെയിൻ എൻട്രൻസ്. അപ്പം നമ്മൾ അവിടെ ഇരിക്കുകയായിരുന്നു. കുറച്ചു നേരം നമ്മൾ അവിടെ ധ്യാനനിരതരായി ഇരുന്നു. ഇനി തിരുമേനി അവസാനമായിട്ട് കിടന്ന കട്ടിലും അതുപോലെ തിരുമേനിയുടെ കബറിടവും സന്ദർശിക്കാനായിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ പോവുകയാണ്. ഇത് തിരുമേനി അന്ത്യനാളുകളിൽ കിടന്നിരുന്ന കട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന മുറിയാണ്. അവിടേക്കും ധാരാളം ഭക്തജനങ്ങൾ വരികയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടും കാണാം. ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് അവിടെ വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ധാരാളം ആളുകൾ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നിന്നും നമ്മൾ കട്ടിലിൽ തൊട്ട് അല്പനേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം അവിടെ എണ്ണ ഉണ്ട്. കത്തിച്ചു വെച്ച വിളക്കിലെ എണ്ണ നമ്മൾ തൊട്ട് വഴിപാടായിട്ട് നെറ്റിയിൽ വയ്ക്കും. അതിനുശേഷം തിരുമേനിയുടെ കബറിടത്തിലേക്ക് പോവുകയാണ്. 1902 നവംബർ 2 അർദ്ധരാത്രി പരിമലപ്പള്ളിയിൽ വെച്ച് കാലം ചെയ്ത പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഭൗതിക ശരീരം പരിമലപ്പള്ളിയിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭക്തരുടെ മനസ്സിൽ വിശുദ്ധനായി അംഗീകരിച്ചിരുന്ന മാർ ഗ്രിഗോറിയോസ് എന്ന പരിമല തിരുമേനി തന്നെ കാണിച്ചു കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കബറിടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് ആ കബറിടം ഇരിക്കുന്ന സ്ഥലം. പരിശുദ്ധൻ്റെ കബറിടത്തിൽ പ്രാർത്ഥനയ്ക്കായും ധ്യാനത്തിനായും എത്തുന്ന വിശ്വാസികൾക്ക് അപ്പുറത്ത് ഒരു ധ്യാന മന്ദിരവും ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് തിരി കത്തിക്കാനുള്ള ഒരു സ്ഥലമാണ്. ഇത് ഈയിടെയായിട്ട് പുതുക്കി പണിതതാണ് കേട്ടോ. അപ്പം ഞങ്ങളവിടെ നിന്നു, തിരി കത്തിച്ചു, പ്രാർത്ഥിച്ചു. അതൊന്നും നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ, കാരണം നമുക്ക് അങ്ങനെ എല്ലാം എടുക്കാനായിട്ട് പറ്റുന്നതല്ലല്ലോ, അതിന് പറ്റിയൊരു സാഹചര്യവുമല്ല. അപ്പം നമ്മൾ അതിന് ശേഷം അഴിപ്പുരയിലേക്ക് പോവുകയാണ്. അതേ ഉണ്ടോ, പെരുന്നാളിൻ്റെ ആ ഒരു പന്തലിൻ്റെ ആ ഒരു വീതി കണ്ടോ, നല്ല വലിയൊരു പന്തലായിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. അപ്പം അഴിപ്പുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാളികയാണ്. അത് അവിടെ ചെന്നിട്ട് നമുക്ക് പറയാം. അതാണ് അതിന്റെ ഭംഗി. കണ്ടോ, ഈ ഫുൾ കൊടിമരം, അത് ആ മരം, ആ ഇലച്ചാർത്തിൽ. പെരുന്നാൾ ജസ്റ്റ് അങ്ങ് കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് പെട്ടിക്കടക്കാരൊക്കെ ഉണ്ട് കേട്ടോ, പോയിട്ടില്ല ആരും. ഐഫോൺ ആ വെയിലത്തേക്ക് വന്നപ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗിയിലേക്ക് വന്നത്. പിന്നെ വെയിലത്ത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. ആ, അമ്മയ്ക്ക് എപ്പോഴും പെട്ടിക്കടയായിട്ടൊരു നോട്ടമുണ്ട്. ഇതേ അമ്മയുടെ ഉഴുന്നാട. എന്നെ ഒന്നും കാണാൻ പോലും വേണ്ട. ഞാനും പെട്ടിക്കട പെട്ടിക്കട നല്ല വെയിലാട്ടോ, നല്ല വെയിലാണ്. നമ്മളിപ്പോൾ വേഗം ഇവിടെ നിന്ന് മാറും കേട്ടോ. അപ്പോൾ വന്നതില്ലേ പള്ളിയുടെ ഫസ്റ്റ് ഗേറ്റിൻ്റെ അവിടെയുള്ള കുരിശിൻ്റെ കൊടിമരം. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരിശിൻ്റെ
ഉള്ളിൽ ഒരു കൽക്കുരിശുണ്ട്. ആ കൽക്കുരിശ് പരിമല തിരുമേനിയായിട്ട് സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ കൊടിമരത്തിലാണ് പെരുന്നാൾ കൊടിയേറണം. പള്ളി കഴിഞ്ഞിട്ട് ഇതെല്ലാം കൊടിതോരണങ്ങളെല്ലാമായിട്ട് ഘോഷയാത്രയായിട്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടെ വന്ന് ഇവിടെ കൊടിയേറുന്ന സമയത്താണ് ഞാൻ പറഞ്ഞിട്ടില്ലേ വെറ്റിലേറും. ഞാനത് കൃത്യമായിട്ട് പറയാൻ കാരണം അത് ഇങ്ങനെ കേട്ടതുകൊണ്ട് ഞാനൊരു പ്രാവശ്യം കൊടിയേറുന്ന സമയത്ത് 26-ാം തീയതി രാവിലെ പള്ളിയിൽ കുർബാനയും അതിനുശേഷം പള്ളിയിൽ വിശ്രമിച്ച് കവറിങ്ങിലൊക്കെ ഇരുന്ന് ഈ കൊടിയേറി കഴിഞ്ഞാൽ പോയത്. അന്നേരം ഇവിടെയാണ് നമ്മൾ അവിടെ നിന്ന് അപ്പോൾ എനിക്ക് വെറ്റില മേടിച്ച് തന്നിട്ട് ഇവിടെ കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തുന്നിട്ട് അച്ഛൻ ഉദാശി എഴുതിച്ച് ഈ കൊടി പൊക്കണതിൻ്റെ അനുസരിച്ച് വെറ്റിലേറി കൊടിമരത്തിലാണ് സ്റ്റാർട്ടിങ്. പിന്നെ എല്ലാ കൊടിമരങ്ങളിലും അത് ചെയ്യും. അതാ ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് തിരികെ എത്തിച്ചു വരാം. പിന്നെ നമുക്ക് അത് പിടിക്കണ്ടല്ലോ. പ്രാർത്ഥിച്ചു. പരിമല പള്ളിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് എൻട്രൻസിലൂടെ കയറി വരുമ്പോൾ കാണുന്ന കുരിശാണിത്. ഇവിടെ തിരി കത്തിച്ച് അല്പനേരം നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വരുമ്പോൾ എപ്പോഴും ഈ കുരിശിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഇനി ആദ്യകാല വസതിയിലേക്ക് പോവാണ്. ആദ്യകാലങ്ങളിൽ പരിമല തിരുമേനിയുടെ താമസത്തിനും ഷെമ്മാശന്മാർക്ക് ക്ലാസുകൾ എടുക്കുന്നതിനുമായി ആദ്യം പണി കഴിപ്പിച്ച കെട്ടിടമാണ് അഴിപ്പുര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദ്യകാലത്ത് വൈദികർക്ക് ക്ലാസുകൾ എടുത്തിരുന്നത് ഈ അഴിപ്പുരയിൽ വെച്ചിട്ടായിരുന്നു. ഇന്നും പഴമയുടെ അതേ മനോഹാരിതയോടെ പരിമല തിരുമേനിയുടെ ആദ്യകാല വസതി എന്ന പേരിൽ ഈ അഴിപ്പുര സംരക്ഷിച്ചു പോരുന്നു. ഡ്രാഗൺ വലുതായി തുടങ്ങി. പ്രാർത്ഥിച്ച് പടയെടുത്ത് തിരിച്ച് നിങ്ങൾ പൊക്കോട്ടോ. എങ്ങനെ? നിങ്ങളുടെ ഇവിടുത്തെ പരിപാടി കഴിയുമ്പോൾ നിങ്ങൾ കാറിലേക്ക് പൊക്കോ. എനിക്ക് താമസം ഉണ്ടെങ്കിൽ ഇവിടെ ബൈബിള് വായിക്കണം, കുറച്ച് നേരം ഇരിക്കണം, എന്നിട്ട് കബറിലും പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചിരുന്നേച്ച് തന്നിരുള്ളൂ. ഒരു മാക്സിമം 20 മിനിറ്റ് വർത്താനം പറയാൻ പാടില്ല. പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ എല്ലാ വർഷവും ഒക്ടോബർ 26 മുതൽ നവംബർ 2 വരെ കൊണ്ടാടുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. നവംബർ 1, 2 തീയതികളിൽ പരിമലയിൽ ആചരിക്കുകയും പെരുന്നാൾ കൊടിയേറ്റ് നടക്കുന്ന ഒക്ടോബർ 26 തൊട്ട് നവംബർ 2 വരെ തീർത്ഥാടന വാരമായി ആചരിച്ച് വിവിധ ആധ്യാത്മിക പരിപാടികൾ നടത്തപ്പെടുകയും ചെയ്യാറുണ്ട്. അതേ ദിവസങ്ങളിൽ അനേകം പള്ളികളിൽ നിന്നും ധാരാളം തീർത്ഥാടകർ പദയാത്രയായി വന്ന് പെരുന്നാളിൽ പങ്കെടുക്കാറുമുണ്ട്. പെരുന്നാളിന് കൊടിയേറുന്ന ദിവസം മുതൽ പെരുന്നാളിൻ്റെ പ്രധാന ദിവസമായ നവംബർ 1 തീയതി വരെ 144 മണിക്കൂർ അഖണ്ഡ പ്രാർത്ഥന, അതായത് ഇടവിടാതെയുള്ള പ്രാർത്ഥന ഈ അഴിപ്പുരയിൽ വെച്ച് നടത്തിവരുന്നു. അവിടെ ഇരുന്ന് അല്പനേരം ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് പള്ളിയിൽ ഒന്നുകൂടി കയറുന്നുണ്ട് കേട്ടോ. അല്പനേരം അവിടെയും ചിലവഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരികെ മടങ്ങാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതേ തിരിച്ച് ഞങ്ങൾ പള്ളിയിലേക്ക് എത്തി. അപ്പോൾ അവിടെ ആ ഒരു പന്തലിൻ്റെ വിശാലത കണ്ടോ. അപ്പോൾ എന്തുമാത്രം ജനങ്ങളായിരിക്കും ആ ഒരു പെരുന്നാളിന് അവിടെ എത്തിച്ചേരുക എന്ന് ഈ പന്തൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. പരിമല തിരുമേനിയുടെ കാലശേഷം അദ്ദേഹത്തിൻ്റെ 45-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തിരുമേനിയെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും പരിമല പള്ളി കേരളത്തിലെ തന്നെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് കാറിലോട്ട് പോവുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുണ്ട്. അത് രാവിലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓൾറെഡി കണ്ടതാണല്ലോ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കുടിവെള്ളം ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് 2 മതി. എനിക്കും 2 മതി. കാരണം ഉച്ചയ്ക്ക് ഇനി കഴിക്കാനുള്ളത് കൊണ്ടാണ്.
ചെറുതായിട്ട് 2 മതിയോ? ചെറുതാ മതി, 2 മതി. ഞാൻ എടുത്തോളാം. പിന്നെ നമുക്കെടുക്കും. ഇച്ചിരി ചമ്മന്തി അരിഞ്ഞിൽ വെച്ചേക്കാട്ടോ. കട്ടച്ചമ്മന്തി എടുത്തല്ലേ? ലീക്ക് വരും അതാ. എന്നിട്ട് തന്നെ അത് കിടക്കണുണ്ടോ ഒരു അരിയിലേക്ക്. ഞാൻ ഇതിലെടുക്കാൻ നോട്ടാ, വേറെ പ്ലേറ്റ് എടുക്കാനാ. ഇതിനകത്തേക്ക് തന്നെ അല്ലേ? അപ്പൊ എനിക്ക് സൗകര്യ. അപ്പടെ 9 9 9:05 അല്ല 9:15. അപ്പയ്ക്ക് കറക്റ്റ് വേണോ? ഇതിൻ്റെ എടുത്തു. ബാക്കി അവർക്ക് വീട്ടിലാണെങ്കിൽ കഴിക്കാം. ഇവിടെ വെക്കാട്ടോ. എന്നിട്ട് വെള്ളവും കുടിക്കാം നമുക്ക്. സ്പൂണിലൊക്കെയാണോ കഴിക്കണേ? എന്നാ സ്പൂൺ എനിക്ക് അന്നേരം. അല്ല, ഇത് വായിൽ ഇച്ചിരി വലിയ സ്പൂണാണല്ലോ. അത് സാരമില്ല. തരാം. സ്പൂൺ അമ്മയ്ക്ക് ആവശ്യമില്ലെങ്കിൽ എനിക്ക് അന്നേരം. നല്ല ഇഡലിയാ. അപ്പടി ചോദിച്ചാൽ എങ്ങനെയാണ്? ഇഡലി കൊള്ളാവോ? ചട്നിയോ? ചട്ടയാടി ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഞാനും കഴിക്കാനായിട്ട് എടുത്തു. ഞാൻ എപ്പോഴും ലാസ്റ്റാണ് കഴിക്കാൻ എടുക്കുക. കാരണം ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുക്കാറ്. കഴിച്ചു കഴിഞ്ഞപ്പോൾ അപ്പ പറഞ്ഞു നമുക്കൊരു കോഫി കുടിച്ചിട്ട് വരാമെന്ന്. അവിടെ തന്നെ ഒരു കോഫി പാർലർ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ അവിടേക്കാണ് പോണത്. അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം അമ്മയ്ക്ക് വെൻഡിങ് മെഷീൻ കോഫി ഇഷ്ടമല്ല അത്രേ. ഇത് തന്നെ മതിയാ. എനിക്കെന്നാ വിത്തൗട്ട് എടുത്തോ കേട്ടോ. ചോക്ലേറ്റ് കോഫി വിത്തൗട്ടേ. ഇതിനധികം മധുരം വരില്ല. ഈ ഷുഗറിന് കുറച്ച് ഷുഗറേ വരുള്ളൂ. അത് ഫുള്ളിട്ട് കഴിഞ്ഞാലും ആവില്ല. ഇട്ടോ കുഴപ്പമില്ല. ഇത് നെസ്കഫേ ആണോ പറഞ്ഞത്? ചോക്ലേറ്റ് കോഫി അല്ലേ? നോക്കട്ടെ കേട്ടോ. മധുരിട്ട് കഴിഞ്ഞാൽ അങ്ങനെ കൂടില്ല. അത് കൂടില്ല. അത് ഇതിട്ടോ. അത് അധികം കൂടില്ല. അത് റിഫൈൻഡ് ഷുഗർ ആണ് അല്ലേ? അപ്പോഴേക്കും അമ്മ അവിടേക്ക് വന്നു കേട്ടോ. പള്ളിമുറ്റത്ത് കണ്ട കുറച്ച് വൈവിധ്യമാർന്ന ചെടികളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. അമ്മയാണല്ലോ ചെടി ക്രേസ് ഉള്ള ആള്. അപ്പോൾ ഒത്തിരി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് നിപ്പുണ്ട് പല വെറൈറ്റി ചെടികൾ. അതൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. ഞാനും വരാം. ഞാനിപ്പോൾ പറഞ്ഞോളൂ ഒരെണ്ണം കുടിക്കണമെന്ന്. ചേച്ചി ഒരു ഐസ് ടീ ഉണ്ടോ? മധുരം കുറച്ചെടുക്കുവോ? ഒരെണ്ണം. അല്ല അത് ഞങ്ങൾക്ക് വേറെ. നല്ല പതയാണല്ലോ. ഞാൻ വരുമ്പോൾ മിക്കവാറും കുടിക്കുന്നതാണ്. ഞാനല്ലേ ഇത് പരിചയപ്പെടുത്തി തന്നത്. നേരത്തെ കുടിക്കാറ്. അവിടെ കുറച്ച് ബുക്ക് സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ. പരുമലപ്പള്ളിയായിട്ട് ബന്ധപ്പെട്ടതും തിരുമേനിയായിട്ട് ബന്ധപ്പെട്ടതും സഭാചരിത്രങ്ങളും അങ്ങനെ ഒട്ടനവധി പുസ്തക ശേഖരങ്ങൾ അവിടെ കാണാം. ഞങ്ങൾ വരുമ്പോഴൊക്കെ ഒന്ന് കയറാറുണ്ട് അവിടെ. പിന്നെ ദേ ആ കാണുന്നത് പള്ളി സിമിട്രിയാണ്. അവിടേക്കൊന്നും പോയില്ല കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ചു മടങ്ങാനുള്ള പുറപ്പാടിലാണ്. അല്ലെങ്കിൽ ഇതിലെ കൊടയില്ലേ? ഇപ്പൊ നമ്മള് പരുമലപ്പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു പോന്നോണ്ടിരിക്കുക കേട്ടോ. രാവിലെ പോയത് കൊണ്ട് ആ പമ്പയാറിന്റെ പടമൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. രാവിലെ ആയതുകൊണ്ട് അങ്ങോട്ട് വിട്ട്. രാവിലെ ആയതുകൊണ്ടല്ല, ഇവള് വണ്ടി ഓടിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ എടുക്കാൻ പറ്റിയില്ല. അങ്ങ് പോകുമ്പോ ഡ്രൈവർ മാറി. അപ്പയാ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ദേ പമ്പയാറിന്റെ പടമൊന്നും എടുക്കാം. നമ്മുടെ മാന്നാർ ജംഗ്ഷനിലുള്ള പമ്പയാറ് പാലത്തിന്റെ അവിടെ കയറുമ്പോൾ എടുത്തോളണോട്ടോ. വണ്ടി ഇനി നിർത്തുന്നില്ല. റോഡ് മുഴുവനും
വാഹനങ്ങളും പിന്നെ AC കാറാണെങ്കിലും ചൂട് ഭയങ്കര. അതെ, അതെ, AC കാറിന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് പല വീഡിയോയിലും നമ്മൾ ചൂടെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കാറിൽ AC ഇല്ലേന്ന്. AC ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ചൂട് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. പാലായി എടുത്തോട്ടെങ്കിൽ പമ്പയാറിന്റെ തീരത്താണ് പരുമലപ്പള്ളി സ്ഥിതി ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞങ്ങൾ ആറൊന്ന് കാണിക്കാം. യു ആർ ലീവിംഗ് മാന്നാർ. അതെ, ലീവിംഗ് മാന്നാർ. ഇതാണ് പമ്പയാറോ. ഈ വെയില് കാരണം നല്ല മനോഹരമായിരിക്കുന്നു. കിട്ടണമെന്നുണ്ടല്ലേ. അതാണ് പമ്പയാറ് അല്ലേ. അപ്പയൊക്കെ ചെറുപ്പത്തില് വന്നോണ്ടിരുന്നപ്പോ പാലയില്ലായിരുന്നു. പകരം ഇവര് അവിടം വരെ വന്നേച്ച് കടത്ത് കിടന്നാ പോണത്. ഓ അത് ശരി. ഇപ്പോഴും ആ കടത്ത് അവിടെ പരുമലക്കടത്തെന്നും പറഞ്ഞ് ബോർഡുണ്ടായിരുന്നു. ഇനിയാണ് നമ്മളുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവാ. ഫേവറേറ്റ് സ്ഥലങ്ങളുണ്ട്. അതെ അതെ, എല്ലാ സംഗതികളും. പച്ചക്കറി പച്ചക്കറി വണ്ടിയിലൊക്കെ ഇപ്പൊ ഇങ്ങനെ അനൗൺസ്മെന്റാ. ആണോ? നമ്മുടെ അതിലെ വന്ന പച്ചക്കറി വണ്ടിയില് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്യുവാണ് 1.5 കിലോ ബീൻസ് 100 രൂപ, 1.5 കിലോ ബീൻസ് 100 രൂപ. ഞാൻ 3/4 കിലോ ബീൻസ് മേടിച്ചു. നല്ല സൂപ്പർ ബീൻസാ തോരനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെല്ലുമ്പോ വൈകിട്ട് എടുക്കാം. അത് ശരി. തോരൻ, ബീൻസ് തോരനും വീറ്റ് ബ്രെഡും. അല്ല, ഞാൻ ചോറിന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോ. പിന്നെ നമുക്ക് കിട്ടിയ നാടൻ കൂണ് തോരൻ അതുള്ളപ്പോ പിന്നെ വേറെ ഒരു ബീൻസ് തോരനും വേണ്ട. വെളാമീൻ ഇരിപ്പുണ്ട്, വെക്കണം. വെച്ചതിന്റെ ചാറ് മാത്രമേ ഉള്ളൂ, വെക്കണം. ഇനി നമ്മുടെ ഓരോ സ്ഥലങ്ങൾ പറയാം. നിരണം എടുക്കാറായി കേട്ടോ. നിരണം പള്ളിയിലേക്കുള്ള ഭാഗം നമുക്ക് കാണിക്കാം. ഇത് നിരണം പള്ളിയിലേക്കുള്ള സ്ഥാപിതമായ നിരണം പള്ളിയിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയാൻ പറ്റില്ല, വഴി. അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. പണ്ട് നമ്മൾ പോയത് ഓർക്കണ്ടോ? അതെ അതെ അതെ, ഒരുപാട് മുമ്പാ. വളഞ്ഞവട്ടം കഴിഞ്ഞു, നിരണം കഴിഞ്ഞു, വളഞ്ഞവട്ടം കഴിഞ്ഞു. ഇനിയിപ്പോ ഏതാന്ന് ബോർഡ് നോക്കണം, എന്നാലും അറിയാം. സ്ഥലം പൊടിയാടി. അമ്മയുടെ ഫേവറേറ്റ് സ്ഥലങ്ങൾ എത്തിയോ? ആ സ്ഥലങ്ങൾ ആയി വന്നേ ഉള്ളൂ. പൊടിയാടിയായി. ഇവിടെ നിന്ന് തിരിഞ്ഞാ എടത്തുവാ, ഇങ്ങോട്ട് ലെഫ്റ്റ് തിരിഞ്ഞ ബ്ലോക്ക് ഉണ്ട്. സമയം ഇപ്പൊ എത്ര മണിയായി? 11:05. ഇനി എത്ര മണിക്കാ വീട്ടിലെത്തുക നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ ഇടയ്ക്ക് മീൽസ് കഴിക്കാൻ കയറൂലേ? ആ സ്ഥലത്തിന്റെ പേരമ്മ കണ്ടോ? പൊടിയാടി അല്ല, ഉണ്ടപ്പാവ്. ഉണ്ടപ്പാവ് അത് ഞാൻ കണ്ടില്ല. ഞാനങ്ങ് പോയി കഴിഞ്ഞപ്പോഴാട്ടോ കണ്ടേ ഉണ്ടപ്പാവ്. ആ ഭാഗത്തുള്ളവർ കൈവെക്കൂട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന സ്ഥലം. ഇതേതാന്ന് നോക്കിയ മണിപ്പുഴ. അത് പിന്നെ നമുക്ക് അറിയാം. അതാണ്. ഞാനൊക്കെ പരുമലയ്ക്ക് ചെറുപ്പത്തിലെ വരുമ്പോ ഈ സ്ഥലം മുഴുവൻ കരിമ്പ് ഇങ്ങനെ പൂത്ത് നിൽക്കുവായിരുന്നു. ഓ അത് ശരി. ഭയങ്കരമായിട്ട് കരിമ്പ്. എത്ര വർഷം മുമ്പാ അത്? ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ, അതായത് ഒരു 65-70 കാലം. അന്ന് ഇവിടെ ഫുൾ കരിമ്പ്. ഈ സൈഡ് മുഴുവൻ കരിമ്പാണ്. എന്നിട്ട് ഇവിടെയൊക്കെ ശർക്കര വരുമ്പാട്ടി ശർക്കര ഉണ്ടാക്കുന്നുമുണ്ട്. ഇവിടെയൊക്കെ പള്ളികളില് ഞായറാഴ്ച ലേലം ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നതിൽ ഒരു പ്രധാന ഐറ്റം ശർക്കരയാണ്. ഞങ്ങൾ ജെസ്സി ആന്റിയുടെ കല്യാണത്തിന് കൊമരകത്ത് ആറ്റാമംഗലം പള്ളിയിൽ വെച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ കുർബാന ജസ്റ്റ് അങ്ങ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് 6-7 വല്ലം ശർക്കര പലരും കൊണ്ടുവന്നതാണ്. എന്നിട്ട് നമ്മുടെ കൂടെ പോയവരാരോ മേടിച്ചു, 1 വല്ലം ലേലം ചെയ്തു. സാധാരണഗതിയിലുള്ള നമ്മുടെ ഈ മറയൂർ ശർക്കരയുടെ വലിപ്പത്തിലുള്ള ഉണ്ടകള്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഈ കരിമ്പിനുള്ള ഒരു പ്രശ്നം പറയുന്നത് ഈ സോൾട്ട് വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ചും സോൾട്ട് വാട്ടർ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ശർക്കരയ്ക്ക് തന്നെ ഒരു ഉപ്പ് രസമുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉണ്ടയാണ് പൈനാപ്പിൾ ഉണ്ട. ഓ എന്ത് ഇഷ്ടാന്നറിയോ എനിക്ക്. ഇടിഞ്ഞില്ല അങ്ങോട്ടാട്ടോ പോണേ. ആ വഴിയാണ് ഇടിഞ്ഞില്ല പോണേ. പുലിപ്പള്ളി നമ്മുടെ രക്ഷിച്ചിന്റെ വീട്. നല്ല ക്ലാരിറ്റി. അവസാനം നമ്മള് പാലം പൂത്ത് നിക്കണോ?
പക്ഷെ നമ്മുടെ ഇപ്പൊ പൂക്കണ്ട സമയമായി. എന്തായാലും പൂക്കും. കഴിഞ്ഞ കൊല്ലം പൂത്തല്ലോ. ആ കഴിഞ്ഞ ദിവസം പൂത്തായിരുന്നു. ഏറ്റവും അവസാനം പൂക്കണേ. എന്റെ മുറിയിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ സ്മെല്ല് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ പോകുന്നത് ഏത് സ്ഥലത്തൂടെ? കാവും ഭാഗം. ബോർഡുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. ബോർഡ് നോക്കിയാട്ടോ ഞങ്ങൾ ഈ പറയണത്. അതല്ലാണ്ട് ഈ ഭാഗം അങ്ങനെ ഫെമിലിയർ ഒന്നും അല്ലല്ലോ. ബോർഡ് നോക്കി വായിക്കണം ഞങ്ങൾ. ഇനി നമ്മൾ കാണാൻ പോണത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സെന്റ് ജോർജ് ആന്ന് തോന്നണം, പാലിയേക്കര പള്ളി. സെന്റ് ജോർജ് ആന്ന് എനിക്ക് തോന്നണം. സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്. ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പാലിയേക്കര. പാലിയേക്കര പള്ളിയില് പരിമല തിരുമേനി സാധാ ഇടയ്ക്കൊക്കെ പരിസരത്തുള്ള പള്ളിയായതുകൊണ്ട് കുർബാന അർപ്പിക്കാൻ വരണുണ്ടായിരുന്ന അവിടെ ഒരു പ്രാവശ്യം കുർബാന അർപ്പിച്ച് നമ്മുടെ കുർബാന അർപ്പിക്കുകയല്ലേ ചെയ്ത് ഈ ഓശാന വാരത്തില് ആഴ്ചയിൽ കഷ്ടാനുവാഴ്ച ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പരിമല തിരുമേനിക്ക് തീരെ അവശതയായിട്ടുള്ളൊരു ടൈം ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം വാവിട്ട് കരഞ്ഞു. അത്രയ്ക്ക് അവശതയിലും ഈ ശുശ്രൂഷ നടത്തണമുണ്ടോ കാഴ്ച കണ്ടിട്ട്. അതിനുശേഷം പിന്നെ അങ്ങ് വലിയ കുർബാന അർപ്പിക്കാനൊന്നുള്ള ഇതുണ്ടായില്ല. അസുഖങ്ങളൊക്കെ ആയി. പിന്നെ അങ്ങ് കിടപ്പിലേക്ക് ആവുമായിരുന്നു. അപ്പോൾ ബിയപുരം എന്ന് പറഞ്ഞ ഒരു പള്ളിയിൽ ഈ ഒരു കല്യാണ ശുശ്രൂഷ നടത്തിയപ്പോൾ മോതിരവാഴ്വിനിങ്ങനെ മോതിരം വാഴ്ത്തിയപ്പോൾ മോതിരം താഴെ വീണു എന്നാ പറയണത്. ഐതിഹ്യങ്ങളാട്ടോ. അപ്പോൾ അന്നേരം മറ്റുള്ളവരെല്ലാം കരഞ്ഞു കൂടെ ഈ കല്യാണം ഇതിന് അവരുടെ മാതാപിതാക്കളും ഈ വധൂവരന്മാരുടെ. പക്ഷെ അന്നേരം തിരുമേനി പറഞ്ഞു, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, വിഷമിക്കണ്ട, ഇതിനൊരു ഇതിൻ്റെ വധുവിനോ വരനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എനിക്കിനി വേറെ ഒരു വിവാഹ ശുശ്രൂഷ നടത്താനുള്ള ഒരു അവസരം ഉണ്ടാവില്ല എന്നുള്ളത് കാണിക്കുന്നതിൻ്റെ മുന്നോടിയായി തന്ന. പിന്നെ അതൊക്കെ കൂടി പിന്നെ അങ്ങ് രോഗത്തിലേക്കായി. അപ്പം ഈ പള്ളിയിൽ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് വിശ്വാസികൾ കരഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഈ ധൂപക്കുറ്റിയൊക്കെ ഇങ്ങനെ വീശണ കണ്ടോണ്ട അത്രയ്ക്ക് അവശതയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കൂലാത്തോണ്ട് മെലിഞ്ഞ നമ്മുടെ ഫോട്ടോയിലൊക്കെ കാണാൻ വല്ലാത്ത ഇതായിരുന്നെന്നല്ലേ പറയപ്പെടുന്നത്. നമ്മുടെ ഈ അപ്പോഴൊക്കെ പറയണത് ഇങ്ങനെ ഒരു ബെൽറ്റ് കെട്ടി ഇങ്ങനെ നിന്നാലേ നിവർന്ന് നിൽക്കാൻ പറ്റുള്ളായിരുന്നെന്ന്. അതുപോലെ ഭക്ഷണം കഴിക്കൂലല്ലോ, ഒരു നേരമൊറ്റേ ഭക്ഷണം കഴിക്കുള്ളൂ. ഉച്ച സമയത്തെങ്ങാണ്ട് ഉച്ച നമസ്കാരം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. എനിക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ അറിയില്ല. ഞാൻ ഉള്ള അറിവുകളും പുസ്തകത്തിൽ നിന്നുള്ള അറിവുകളൊക്കെ വെച്ച് പറയണം. അപ്പം അതുകൊണ്ട് ശരീരം അങ്ങ് ശോഷിക്കും. അപ്പം അന്നേരം ആത്മീയത കൂടും, നല്ല പവർ കിട്ടും. ഇപ്പം ഫുൾ ടൈം ഇങ്ങനെ വേദവായന, പിന്നെ ഈ സെമിനാരിയിൽ അച്ഛന്മാരെ പഠിപ്പിക്കൽ, സ്ഥിരം ഇങ്ങനെ പള്ളി ആത്മീയതയിൽ മുഴുകിയിരിക്കുമല്ലോ, എപ്പോഴും പ്രാർത്ഥനയും ഇതും ആയിരിക്കുമല്ലോ ഉപവാസം. അപ്പം അങ്ങനെയൊക്കെയുള്ള പവർ കിട്ടും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇപ്പം പാലിയേക്കര പള്ളിയിൽ നമ്മൾ പോകുമ്പോൾ ചില സമയത്തൊക്കെ നിർത്തി അവിടെ കുരിശുമൂടിയും തിരുവല്ലായിൽ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഒരു കുരിശുമൂടുണ്ട്. നമ്മളിങ്ങനെ പോന്നപ്പോൾ ആ കുരിശുമൂട് ഞാൻ പറഞ്ഞില്ല, അത് നോക്കിയാൽ മതി. തിരിയണ തേണിങ്ങ അത് പാലിയേക്കര പള്ളിയുടെ പരിമല പിതാവിന്റെ നാമത്തിലുള്ള കുരിശുംതൊട്ടിയാണ്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് തിരിയണത് നമ്മൾ. അതിപ്പോ ഈ ജംഗ്ഷൻ ആവും, അന്നേരം പിടിക്കാൻ പറ്റുമോന്ന് അറിയില്ല. ബ്ലോക്ക് ഇല്ലെങ്കിൽ ഒന്ന് പിടിച്ചു. ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. റൈറ്റ് സൈഡിലാ കുരിശ്. 5 അപ്പം, അന്നവും അക്ഷരവും ആദരവോടെ. അതെന്താന്നൊരു പിടിയും കിട്ടിയിട്ടില്ല. അമ്മ പറഞ്ഞത് ഇതല്ലേ ആ കുരിശ്. നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണം. നമ്മൾ അവിടെ വന്നു കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞാണ് പരിമലയിട്ട് പോകണം. റൈറ്റിലേക്ക് പോണതോ? റൈറ്റിലേക്ക് പോണ വഴി അപ്പയോട് ചോദിക്കാം ഏതാന്ന്. ഞാൻ എപ്പോഴും പോരുമ്പോൾ ഈ കുരിശിനൊക്കെ ഇങ്ങനെ നോക്കും. ഇപ്പൊ തിരുവല്ലായിലേക്ക് കയറി. അതെ, ഇത് വലിയ ക്യാമറ ആണ്. പക്ഷെ ഇതിനകത്ത് ഈ ഇത് മൊത്തം ബിൽഡിംഗ് മൊത്തം സ്റ്റാൻഡിന്റെ ഭാഗമാണോ? വേറെ ഏതാണ്ടുണ്ടല്ലോ. അതാണ്. അതെ, ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇറങ്ങി വന്നെ. നല്ല തിരക്കാ. തിരുവല്ല മെഡിക്കൽ മിഷൻ അങ്ങോട്ട് പോണത് എങ്ങോട്ടാണോ? ഏത് റൈറ്റ് സൈഡിലേക്ക്? ഏത് റെയിൽവേ സ്റ്റേഷൻ? അമ്മ വന്ന സ്ഥലം. ഞാൻ വന്ന സ്ഥലം റെയിൽവേ സ്റ്റേഷനിൽ വന്നേച്ച് ട്രാൻസ്പോർട്ട് സ്റ്റേഷനിൽ വന്നെങ്കിൽ അവിടെ നിന്ന് ഓട്ടോയിലോ നടന്നാ പോരാ. ഞാൻ നടന്നു പോരാറുണ്ട്. കുറച്ച് ദൂരമുള്ളൂ. ഈ വെയിലത്തോ? ഞാൻ നടന്നാ പോരാറ്. ഞാൻ നടന്നു പോകാൻ ഈ കാണാനാ ഒരു സംഗതി. കാഴ്ച എല്ലാവരും ഇഷ്ടമാണോ? എനിക്കിഷ്ടം. ഞാനതെല്ലാം ആസ്വദിക്കും. ഇടിഞ്ഞില്ല കേട്ടോ. ഇടിഞ്ഞില്ലായോ? ഇടിഞ്ഞില്ലത്തുള്ളവർ കൈവക്കൂ. ഇതിലെ പാസ് ചെയ്യണം. അതെ 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 അതെ. മണി 11:30 അല്ലേ?
നമ്മുടെ കഴിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ നോക്കുമ്പോ വീഡിയോ പിടിക്കുമ്പോ ചിലപ്പോ ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവിടെ എല്ലാം ബൈക്കുകളും സാധനങ്ങളും ഇരിക്കണോണ്ട് അങ്ങോട്ട് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാട്ടോ ഈ സൈഡിൽ ഇരിക്കണേ. ആയിക്കോട്ടെ. ഇടിഞ്ഞെല്ലാം പാസ് ചെയ്യുന്നു. ചങ്ങനാശ്ശേരി NSS കോളേജിലേക്ക് കടക്കും. അതെ അതെ അതെ. സമാധി സമാധിയാണ് കാണുന്നത്. ഏത് ബസ് അവിടെ ആയിക്കൂടെ അവിടെ ഇപ്പതേ അതുപോലെ ഇത് അവരുടെ ഹോസ്പിറ്റൽ. അത് വേണം ഹോസ്പിറ്റൽ. ഓപ്പോസിറ്റ് സൈഡില് കോളേജ്. ഈ ഏരിയ മുഴുവൻ അവരുടെ ഓരോ സ്റ്റേഡിയം ആയിട്ട് കൺവെൻഷൻ സെന്റർ. ഈ കൺവെൻഷൻ സെന്റർ അധികം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് അവിടെയല്ലേ? ഇവിടെ ഫുൾ ഒരേ കളർ അല്ലേ? അവരുടെ കാവിയില്ലേ? ഏതാണ്ടൊരു കാവിയല്ലേ? ആചാരപരമായിട്ട് അവരുടെ ആ ഒരു ഇതാണ്. ഇവിടെയൊക്കെ ഇപ്പൊ നല്ല തിരക്കായല്ലോ. ഇത് ഏത് സ്റ്റാൻഡ്? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. പൊളിച്ചു ഫ്രണ്ടിലെ ഇവിടെ അമ്മ ഒന്ന് ബസ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. എനിക്ക് മാറി കയറാൻ ഇഷ്ടം. ഒറ്റ കിട്ടിയാലും ഞാൻ കേറൂല. ഞാനിപ്പോ അമ്മയുടെ കൂടെ ഇങ്ങോട്ടുള്ള പോക്ക് നിർത്തിയതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കയറുന്നത് ഫുൾ ടൈം മാറി കയറും. ഓരോ ബസ്സുകൾ മാറി കയറും. മാന്നാറിന്ന് തിരുവല്ലയിന്ന് ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരിന്ന് കോട്ടയം. എനിക്ക് അപ്പയ്ക്ക് മാറി കയറുന്നതേ ഇഷ്ടമല്ല. നിങ്ങൾ രണ്ടുപേരും പല കാര്യത്തിലും സാമ്യമുണ്ട്. പലതിലും സാമ്യ. ഡിഫറെന്റ്. അമ്മ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇനി ഒന്ന് സ്വസ്ഥമായിട്ട് വിശ്രമിക്കാം എന്ന് കരുതി ബസ്സിൽ കയറി അങ്ങ് ഇരിക്കുമ്പോഴേക്കും അമ്മ പറയും നമുക്ക് ഇറങ്ങാറായിട്ടോ. അത് പണ്ട് ഞാൻ അതോടെ അമ്മയോട് പോക്ക് നിർത്തി. പിന്നെ എനിക്ക് ഡേ ടൈമിലുള്ള ട്രെയിൻ യാത്ര ഇഷ്ടം. ഡേ ടൈമില്, നൈറ്റൊന്നും ട്രെയിനിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഡേ ടൈമിൽ എനിക്ക് വലിയ ഇഷ്ടം. ഈ വഴി റെയിൽവേ സ്റ്റേഷനിലേക്കാണെന്നാണ് അമ്മയുടെ. അതെ, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. വേറെ എങ്ങോട്ടോ ഉള്ള വഴിയോട് പോണ വഴി ഏതാ പോലും പിടിയില്ല. അതൊന്നും ഞാൻ അങ്ങനെ. പൈനാപ്പിൾ ഇരിക്കുന്നു കേട്ടോ. പൈനാപ്പിളിന്റെ സീസൺ കഴിഞ്ഞതല്ലേ? ഇപ്പൊ എന്താ പൈനാപ്പിൾ ഇരിക്കണേ? അതൊരു ഷോപ്പിലാന്ന് തോന്നണം. ചിലപ്പോ ജ്യൂസ് അടിക്കാൻ ബൾക്ക് എടുത്ത് വെച്ചേക്കണായിരിക്കും. അതിന് വരെ അമ്മയ്ക്ക് ഉത്തരം കിട്ടി. ഷോപ്പാകുമ്പോ ഞാനത് അനുമാനിച്ചെടുക്കണതാ അങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഈ ചൂടുമായതുകൊണ്ട് ജ്യൂസിന് നല്ല ഇതല്ലേ. നമ്മക്കേ ആ പാഷൻ ഫ്രൂട്ട് ഇരിക്കണമെന്ന് ജ്യൂസ് അങ്ങ് അടിക്കാം. ഒരുപാട് പഴക്കമുള്ള SB കോളേജിന്റെ കമാനം. അമ്മയ്ക്ക് വർഷം മാത്രം പറ്റി. ഇത് SB കോളേജിന്റെ MBA വിങ്ങിന്റെ കമാന. രണ്ട് വേറെയാ. അത്രയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. എനിക്കറിയാം. ഞാൻ പോകുമ്പോ നോക്കുന്നത് ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മുടെ പച്ചാളത്ത് സ്മിതയുടെ അരവിന്ദ് പഠിപ്പിക്കണം കോളേജ്. ഒരുപാട് വർഷം പഴക്കമുള്ള കോളേജാ. 100 മേലെ. 100 വർഷത്തോളം എന്റെ അമ്മോ, അത്രയൊക്കെ ഉണ്ടോ? ഓക്സിജൻ ഇവിടെ ഉണ്ടല്ലോ. നാഗമ്പടത്തിന്റെ അവിടെയാ ഇവരുടെ ഹെഡ് ഓഫീസ്. ഫോൺ മേടിച്ച ഷോപ്പ് വരുമ്പോ കാണാറുണ്ട് നമ്മള്. അത് ഇവിടെ നിന്ന് പോകുമ്പോ ഇല്ലേ, ഒരു വളവില് റൈറ്റ് സൈഡിലായിട്ടാണ് അങ്ങ് പോകുമ്പോ ഇങ്ങനെ ഒരു കോർണറിൽ. ഇവിടുന്ന് 2 കിലോമീറ്റർ പോയാൽ പാക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ബോർഡ് കണ്ടു. അമ്മയ്ക്ക് എന്തെങ്കിലും പരിചയം ഉണ്ടോ അവിടെ? ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഒരു സ്ഥലം. കോട്ടയത്തിന് എത്ര കിലോമീറ്റർ? അത് ഞാൻ കണ്ടില്ല. കോട്ടയം ബോർഡ് മുകളിലുണ്ടായിരുന്നു. ഞാൻ ഈ പാക്കിൽ എന്ന് പറഞ്ഞ സ്ഥലം കണ്ട കാരണം ഞാൻ ശ്രദ്ധിച്ചു. അമ്മയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഏത്? ബോർഡ് കണ്ടു. മറിയപ്പള്ളി എന്ന് എഴുതിയാക്കണം. മറിയപ്പള്ളി. പക്ഷേ ഒരു പ്രാവശ്യം നമ്മുടെ വീഡിയോ പറഞ്ഞപ്പോ മറിയപ്പള്ളിയില് നല്ലൊരു മരം ഉണ്ട് കേട്ടോ. അതെ, നല്ല ഷെയ്ഡ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നാടൻ പപ്പടം. ഇവിടെ കൊറേ ബോർഡുകൾ ഉണ്ടല്ലോ. അല്ല, പരിചയമുള്ള ബോർഡുകൾ അല്ല. നമുക്ക് ഇങ്ങോട്ട് അധികം പരിചയം ഇല്ലല്ലോ. അതാ വെയിൽ അതിതീക്ഷ്ണമായി തുടരുന്നത് കാരണം ഞങ്ങളും ക്ഷീണത്തിലായി. മണിപ്പുഴയില് ഒരു മനോഹരമായ ഷെയ്ഡുള്ള മാവുണ്ട് കേട്ടോ. മണിപ്പുഴയാണോ? ഇത് എന്ത് മാവാണ്? ഇത് മാവല്ലേ ഇത്? ആ മാവ് തന്നെ. എന്ത് മാവാന്നൊരു പിടിയില്ല. അറിയാവുന്നവര് പറയൂട്ടോ. നല്ല ഷെയ്ഡുള്ള ഒരു മാവ്. ഇത്തരം മനോഹരമായ മരങ്ങൾ കാണുമ്പോൾ എനിക്ക് എപ്പോഴും അതൊരു വലിയ വീക്ക്നെസ്സാണ്. ഞാൻ ചിത്രങ്ങളിൽ പകർത്തും. കാരണം അതിമനോഹരമായ ഒരു തണൽ വൃക്ഷം എത്ര വർഷങ്ങൾ എടുത്തിട്ട് അത് ഇതുപോലെ ഒരു കൊടവൃക്ഷമായി മാറുന്നത് അല്ലേ? ഇതുപോലെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അതിന്റെ അടിയിൽ പോയി നിൽക്കുമ്പോൾ കിട്ടുന്ന സുഖം. 50 എയർ കണ്ടീഷൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന തണുപ്പാണ്. ഓ, അത് ശരി. കോടിമതി ആവാറായോ? കോടിമതിയായി. മാന്നാനം
മതയിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നു. കോടിമതയുള്ളവർ കൈവക്കുക. ഞങ്ങൾ ക്ഷീണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എനിക്ക് കുഴപ്പമില്ല, രാവിലെയൊക്കെ നീ ഇത് കുടിച്ചു പോകുന്നത് നിനക്കതുണ്ടാവും. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ചൂട് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം. ട്രെൻസ് ഇല്ലാത്ത സ്ഥലമില്ല ഇപ്പൊ, എല്ലായിടത്തും ഉണ്ട്. അമ്മ ഇതൊക്കെ കണ്ടു തുടങ്ങി. പ്യുവർ വെജ്. ബിക്കോസ് വിശപ്പിന്റെ വിളി ചെറുതായി വന്നു തുടങ്ങി. നമ്മൾ കേറുന്ന സ്ഥലത്തെ പക്ഷെ നമ്മള് കേറുവോളൂ. മാളവികയോ മയൂരി, അതെന്നാ കാണാത്ത പുതിയ ഷോപ്പാണല്ലോ, ഇതുവരെ നമ്മുടെ വീഡിയോയിൽ പതിയാത്തൊരു ഷോപ്പാ മയൂരി മാൾ. ആ മാളാട്ടോ, ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ് ആ കാണുന്നത്. ഇതുവരെ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല അത്. അപ്പോൾ കോടിമതയിൽ വരുന്നവർക്ക് ഈ മാള് വിസിറ്റ് ചെയ്യാവുന്നതാട്ടോ. എനിക്ക് തോന്നേ ഫർണിച്ചറിന്റെ ഒക്കെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അത് അങ്ങോട്ട് പോണ്ടേ. ഇത് ഐഡ ഹോട്ടൽ. ലക്ഷ്യമുണ്ട് കേട്ടോ ഇവിടെ. ലക്ഷ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്. ഐഡ ഹോട്ടൽ കോട്ടയത്തെ ഫേമസ് ഹോട്ടലാ. ഇവിടെ പുതിയ എന്തോ ഇത് തുടങ്ങിയിട്ടുണ്ടല്ലേ. അതിന്റെ അകത്തൊരു റെസ്റ്റോറന്റ് ഉണ്ട്. നമ്മുടെ ക്യാമറയിൽ എപ്പോഴും പതിയണ മറ്റൊരു ദൃശ്യമാണ് ഈ വാക്ക് വേ. ഇതെന്തിനാണെന്ന് ഒരിക്കൽ നമ്മൾ ചോദിച്ചപ്പോൾ ആരോ കമന്റ് ആണ് കേട്ടോ ഇട്ടിരുന്നത്. ഇതൊരു വാക്ക് വേക്ക് വേണ്ടി പണിതതാണ്. പിന്നെ അത് കംപ്ലീഷൻ എന്തോ ആയില്ല എന്ന് തോന്നുന്നു. ഒത്തിരി നാളുകളായിട്ട് ഇങ്ങനെ നിൽക്കണം. അതെ അതെ അതെ. ഇതിപ്പോ ഒരു സിമ്പലായി മാറി ഈ കോട്ടയം ടൗണിന്റെ. ഇത് കാണുമ്പോ തന്നെ അറിയാം കോട്ടയം ടൗൺ ആണ്. നമുക്ക് വേണമെങ്കിൽ കുമരകം വഴിയൊക്കെ പോകാനുള്ള സൗകര്യം ഉണ്ട് അല്ലേ. ബിജു ചാച്ചൻ ആ വഴിയാന്ന് തോന്നുന്നു പോണത്. അങ്ങനെ കോട്ടയം ടൗൺ. ബേക്കർ ജംഗ്ഷൻ ആയോ? ബേക്കറിലൂടെ പാസ് ചെയ്യണമെന്ന് തോന്നണം. ബേക്കർ ജംഗ്ഷൻ. എറണാകുളം ഭാഗം, മൂവാറ്റുപുഴ ഭാഗം, കോതമംഗലം ഭാഗവും കോലഞ്ചേരി ഒക്കെയാണെങ്കിൽ പറയാം. ഒത്തിരി ബിൽഡിങ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞെരുക്കല്ലേ. CMS കോളേജ് വളരെ ഫേമസ്. നമ്മുടെ ക്ലാസ്മേറ്റ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത കോളേജാണ്. വളരെ അതെ അതെ അതെ, ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെ ഉള്ള ഒരു കോളേജാണ് കേട്ടോ. കോളേജ് ഫോർ വിമൻ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ അകത്തേക്ക് പോകണം CMS കോളേജ്. നമ്മൾ പണ്ട് പ്രാവശ്യം കയറിയതാണ്. എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു CMS കോളേജ് ഒരിക്കൽ വീഡിയോയിൽ പതിയണമെന്ന്. അതുപോലെ തന്നെ നമ്മൾ വഴി തെറ്റിയ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ കമാനെങ്കിലും പതിഞ്ഞു. പണ്ട് നമ്മൾ ഇതിലെ കാണാൻ കയറിയതാ. അതിമനോഹരമായ ഒരു ക്യാമ്പസ് ആണ്. മരങ്ങളും പൂക്കളും. അങ്ങനെ നമ്മുടെ നാഗമ്പടം പാലത്തിലേക്ക് കയറിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ടയം ജില്ലയിലെ ബ്രിഡ്ജാണിത്. ഇത് പൊളിക്കാനൊക്കെ ഒരിക്കൽ നോക്കി. പൊളിച്ച് പുതിയത് വെച്ചതാ. പുതിയതല്ലേ. മൈതാനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പണ്ടൊരിക്കൽ നമ്മളിവിടെ വന്നപ്പോ ഈ മൈതാനത്തില് ഭയങ്കര റഷൊക്കെ ആയിരുന്നു. എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അവിടെയാണോ? ഇത് വേറെ ബ്രിഡ്ജാ അല്ലേ? അതിനോട് ജോയിൻ ചെയ്തിട്ടുള്ള ചെറിയ ബ്രിഡ്ജ്. ഇത് അമ്മയുടെ സ്ഥലം. ഞാൻ പറയാൻ വന്ന ചവിട്ടുവരി. അവിടെയും ഉണ്ട് ഒരു കൊട വിരിച്ച മരം. ശരിയാ, പല സ്ഥലങ്ങളിലും ഉണ്ടല്ലേ. അതിന് മുമ്പ് നമ്മൾ കണ്ട ഒരു സ്ഥലമാണ് അയർക്കുന്നം. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ചവിട്ടുവരി ഒന്നും ഞാൻ കേട്ടിട്ടില്ല. നീ ഓർത്തിരുന്നോ? വേറൊരു സ്ഥലമുണ്ട്. ഏതാ? മാവിളങ്ങ. അത് മാത്രല്ല ലായിക്കാട്. അത് കഴിഞ്ഞു പോയി. അതെ, ബംബ്ലൂസ് നാരങ്ങ ഇരിക്കുന്നുട്ടാ. ഒരുപാട് സ്ഥലത്ത് കാണാൻ. ഈ അന്താക്ഷരിയൊക്കെ കളിക്കുമ്പോഴേ വെച്ചൊരു സ്ഥലപ്പേര് പറയാൻ പറഞ്ഞാൽ മതി. ലായിക്കാട്. ഈ ബംബ്ലൂസ് നാരങ്ങ മേടിക്കാനും പക്ഷെ നിർത്താൻ പറ്റിയ സ്ഥലമല്ല. അല്ല, നമുക്കില്ലേ ബംബ്ലൂസ് നാരങ്ങ? ഒറ്റയ്ക്ക് ഓർമ്മ എത്തോളൂ. നമ്മുടെ സ്ഥലം എത്തിക്കഴിഞ്ഞു. ഡെസ്റ്റിനേഷൻ അറൈവ്ഡ്. പക്ഷെ നോ സ്പേസ് ടു പാർക്ക് ദ വെഹിക്കിൾ. അകത്തേക്ക് പോകാൻ പറ്റുമോ?
പ്യൂർ വെജിറ്റേറിയൻ അവിടെ ഇടട്ടെ. കേറിപ്പോരെ അല്ല ഇറങ്ങിപ്പോരെ, ഇത് കേറിപ്പോരെ പറയണേ. AC-യിൽ സീറ്റ് ഉണ്ടോ ഓടിച്ചെന്ന് നോക്കണം. ആ അമ്മയ്ക്ക് അതാണ് ഹരം. ലോക്ക് നോക്കിയതാ. ഞാൻ വെയിൽ കാരണം കേട്ടോ തൊപ്പിയൊക്കെ വെച്ചേക്കണേ. കുടയെ പിടിച്ചുകൊണ്ട് വീട് എടുക്കാൻ ഭയങ്കര. കുടയെടുത്ത് പിന്നെ അങ്ങോട്ട് കയറേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ടൗലും എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വേഗം അങ്ങ് കയറി കേട്ടോ. കാരണം ഈ കാണുന്ന പോലെ അല്ല, പുറത്ത് നല്ല വെയിലും ചൂടുമാണ്. അപ്പം കാറ് പാർക്ക് ചെയ്ത സ്ഥലമൊക്കെ സേഫ് അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് പതുക്കെ നടന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കറക്റ്റ് സീറ്റൊക്കെ കിട്ടിയിട്ടോ. ഇത്തവണ കറക്റ്റ് ടൈമിന് വന്ന കാരണം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കയറി ചെന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റ് കിട്ടി. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും തിരക്കൊക്കെ വരികയെ. അപ്പോൾ നമ്മൾ ഇരുന്നപ്പോഴേക്കും വേഗം ഇലയൊക്കെ കൊണ്ടിട്ടു. ധാരാളം കറികളുണ്ടായിരുന്നു. നമുക്ക് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ കറിയാണ് ആ മാംഗോ സാലഡ് കേട്ടോ. അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കറിയാണ് നമ്മുടെ പൈനാപ്പിൾ മധുരക്കറി കേട്ടോ. അതൊരു സ്പെഷ്യൽ മധുരക്കറിയാണ്. സാധാരണ പൈനാപ്പിൾ പുളിശ്ശേരി പിന്നെ അതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള മുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയില്ലേ, അതേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ പൈനാപ്പിൾ കറി എനിക്ക് ഇവിടെ മാത്രമേ കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. എനിക്കതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ചുടു ചോറാണ്. കുറച്ച് മതിയെന്ന് പറഞ്ഞെങ്കിൽ ഇത്തിരി കൂടുതലായി പോയി. എന്നാലും പിന്നെ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ടല്ലേ കഴിച്ചുള്ളൂ, അപ്പോൾ കുഴപ്പമില്ലാന്ന് കരുതി. പിന്നെ ഓരോ കറികൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് എണ്ണി നോക്കുമായിരുന്നു. എല്ലാം നല്ല അടിപൊളി കറികൾ തന്നെയായിരുന്നു. ഒന്നിനും കുറവില്ലായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മയുടെ കൂട്ടുപിടിച്ച് ഇപ്പോൾ സാമ്പാർ ഫാനായി മാറിയിരിക്കുകയാണ്. ഞാൻ പുളിശ്ശേരിയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ കുറച്ച് പരിപ്പ് ഇടാൻ പറഞ്ഞിരുന്നു. പിന്നെയാണ് ഓർത്തത് ആദ്യം പരിപ്പായിരുന്നു വേണ്ടിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം പുളിശ്ശേരി വെച്ച് കഴിക്കാനായിട്ട് അല്ലേ. അങ്ങനെയല്ല എൻ്റെ ഓർഡർ. പക്ഷേ ഞാനത് തെറ്റിപ്പോയി. വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞപ്പോൾ ആദ്യം പുളിശ്ശേരി ഇത് പറഞ്ഞു പോയിട്ടോ. പിന്നെ കുഴപ്പമില്ല, രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കണതിനും ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോഴേക്കും. ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് കഴിച്ച കാരണം അത്യാവശ്യം നല്ലോണം വിശപ്പുണ്ടായിരുന്നു. പിന്നെ ക്യാമറയിൽ എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. സെൽഫി എടുത്തത് ഐഫോണിലല്ലാത്ത കാരണം എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ എല്ലാവരും ഊണ് കഴിക്കുന്ന തിരക്കിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ കറി മാത്രം മതിയായിരുന്നു എനിക്ക് ഊണ് കഴിക്കാനായിട്ടും. അങ്ങനെ വിശന്നിരിക്കുമ്പോൾ നമുക്ക് പിന്നെ എല്ലാ കറികളും അമൃതമായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശേഷങ്ങളൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മ പരിപ്പെടുത്തില്ലേ? സാമ്പാറിനും ഉണ്ട് ഗ്യാസ്. പിന്നെ അത് ഏതാ? ആ പുളിയിഞ്ചി കൊള്ളാം. ഏതാ? ആ മാങ്ങാ സാലഡ്. ഇവിടുത്തെ ഭയങ്കര പ്രത്യേകതയായി മാങ്ങാ സാലഡ്. കോട്ടയം സ്ഥലത്തെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു കേട്ടോ. കമൻറ്റ് ചെയ്യണേ. ഇങ്ങനത്തെ ഒരു മാങ്ങ സാലഡ് അങ്ങനെ കണ്ടിട്ടില്ല. ചില കല്യാണങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ സാലഡ് സെക്ഷനിൽ കാണാറുണ്ട്. പക്ഷെ ഇത്രയും രുചി എനിക്ക് തോന്നിയിട്ടില്ല. അതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അല്ല ഇതിനൊരു പ്രത്യേക ടേസ്റ്റാ. ഈ മാങ്ങ ഇങ്ങനെ സ്ലൈസറിൽ അരിയണമെന്ന് തോന്നുന്നു അല്ലേ? പായസം വന്നല്ലോ. അടയാണോ? ഇതെന്നാ കറിയ പോലെ? ഇത് വടുകപ്പുളിയൻ നാരങ്ങയാന്ന് തോന്നുന്നു. നല്ലതാ. അവിയൽ അപ്പയ്ക്ക് വേണോ? ഞാനൊരു അവിയൽ ഫാനല്ല. ആ അതെനിക്ക് തന്നേരെ. അതിങ്ങ എടുത്ത് എനിക്ക് കിട്ടണില്ല. ആ ഇവിടെ ഇടാം.
നല്ല രുചിയാണ്. ഇവിടുത്തെ ഈ മധുരക്കറിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഈ പൈനാപ്പിൾ കൂട്ടണ മധുരക്കറി അല്ലേ കണ്ടേക്കാം. ഞാൻ നോക്കിയപ്പോഴേ അമ്മ ദേ അഡീഷണൽ പപ്പടമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇത് കൂട്ടി കഴിക്കണേ, ഏതാ പായസം കൂട്ടി കഴിക്കണേ. ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അമ്മ പപ്പടവും പായസവും ഇഷ്ടമാണെന്ന് പറയാറുണ്ടെങ്കിലും പുറത്ത് പോകുമ്പോൾ അതങ്ങനെ കഴിക്കുന്നേ പ്രതീക്ഷിച്ചില്ല. എന്തായാലും എൻജോയ് ചെയ്യട്ടെ അല്ലേ. പിന്നെ ദേ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതൊരു ബേക്കറി പാർട്ട് കൂടി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആർ യു ഹാപ്പി? ഹാപ്പിയായി. അല്ലെങ്കിൽ പിന്നെ ഹാപ്പി ഡേ ആണ്. നല്ല നോൺ വെജിന്റെ മണം മഞ്ഞു. അതാ അദാമിന്റെ അത് പണ്ട് അവര് പറഞ്ഞില്ലേ, കേറുമ്പോ ഒരു പ്രാവശ്യം അവിടെ കയറി വീഡിയോ എടുക്കാൻ ഇവരുടെ തന്നെ റെസ്റ്റോറന്റ് ആണ്. ഓർക്കണ്ടോ പണ്ട് പറഞ്ഞത്? പറഞ്ഞു. നമുക്ക് മാറാം. അപ്പൊ വണ്ടി തിരിച്ചോ തിരിച്ചോ തിരിച്ചോ. തുറന്നിടാവോ? എങ്ങനെയുണ്ടായിരുന്നു ലഞ്ച്? നല്ല ഊണായിരുന്നു. നല്ല ഊണായിരുന്നു. സാധാരണ ഇതിലേ പോകുമ്പോ ഉച്ച സമയത്താണെങ്കിൽ കേരള റെസ്റ്റോറന്റാ. അതെ 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 അതെ. സ്ഥിരം പോകുമ്പോ പായസം എനിക്കും അത്ര അങ്ങോട്ട് താല്പര്യമായില്ല കേട്ടോ. പക്ഷെ ബാക്കി എല്ലാ കറികളും അടിപൊളിയായിരുന്നു. മധുരക്കറി എസ്പെഷ്യലി. ഒരു സ്വല്പം കൂടുതൽ ഫ്ലൂയിഡിക് ആയിപ്പോയി. അത് ഇച്ചിരി പുളിയും കുറവുണ്ട്. അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇത് വെച്ച് നോക്കുമ്പോ ആ ഒരു ഇതിലേക്ക് വന്നില്ല. അമ്മയ്ക്ക് ഒരു പൊന്തൂവൽ സാമ്പാർ. പക്ഷെ എനിക്ക് ഇച്ചിരി ഡാർക്ക്നെസ്. പക്ഷെ നമ്മുടെ കറി പൗഡർ കൊണ്ടുള്ള സാമ്പാർ സൂപ്പറാ. പക്ഷെ എല്ലാ കറികളും നല്ലതായിരുന്നു. ഓരോന്നിനും അതിൻ്റെതായ രുചി ഉണ്ടായിരുന്നു. എസ്പെഷ്യലി മാംഗോ സാലഡ് ഒക്കെ, റോ മാംഗോ സാലഡ് ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. നൂഡിൽസ് പോലെ നീളത്തില്. അതെ 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 അതെ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ് കഴിഞ്ഞു പോയത്. ഇവിടെ ഇത് വേണ്ട, സർക്കിള് ഇങ്ങോട്ട് ഇങ്ങനെ കറങ്ങി വന്ന് ഇങ്ങോട്ട് പോകുന്നവൻ ഇങ്ങോട്ടും അങ്ങോട്ടുള്ളവൻ അങ്ങോട്ട്. കോട്ടയം നഗരസഭ കോട്ടയം ജില്ലയിലേക്ക് കടന്നു എന്നുള്ളതിന്റെ സിമ്പലാണത്. എല്ലായിടത്തും ഇതുപോലെ റിംഗ് റോഡുകൾ വന്നു കഴിഞ്ഞാൽ ജംഗ്ഷൻസ് എല്ലാം എവിടെയാന്നറിയാമോ? പറഞ്ഞുതരാം. ബ്രഹ്മമംഗലം കഴിഞ്ഞാൽ കോട്ടയം ജില്ല. നമ്മുടെ ഈ ഇവരുടെയൊക്കെ എല്ലായിടത്തും ബംബ്ലൂസ് ഉണ്ടല്ലോ. നോർത്ത് ഇന്ത്യൻസ് ആണോ കൊണ്ടുവരുന്നത്? ബംബ്ലൂസിന് ഇത്ര അധികം ഹാർവസ്റ്റ് കിട്ടിയോ? ഇനി എവിടെയെങ്കിലും കാണുമ്പോ പറഞ്ഞില്ലേ, വാഗമരം, മഞ്ഞ വാഗമരം പൂത്ത് നിൽക്കണം. എന്ത് രസാ. പെട്ടെന്ന് അത് കാണുമ്പോ ഫോറിൻ കൺട്രി പോലെ തോന്നിപ്പിക്കും. നമ്മള് ഇനി അധികം കിലോമീറ്ററുകൾ ബാക്കിയില്ല കേട്ടോ വീടെത്താനായിട്ട്. നല്ല വെയിലാണ്. പുറത്തെ വെയിൽ നന്നായിട്ട് നമ്മളെ ക്ഷീണിപ്പിക്കുന്നുണ്ട്. ഉള്ള ദൂരം 25 കിലോമീറ്റർ ആണെങ്കിലും വേഗം എത്തും, കാരണം ട്രാഫിക് കൺജഷൻ ഇല്ലാത്ത ഏരിയ. ഇനി 25 കിലോമീറ്റർ ഉണ്ട് അല്ലേ? വെമ്പള്ളി വെമ്പള്ളി എന്ന സ്ഥലത്തൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കളത്തൂർക്ക് അങ്ങോട്ട് പോണെന്ന് ആരോ ഉണ്ട് കേട്ടോ. ഇവിടെ 10 കിലോമീറ്റർ കഷ്ടി. അപ്പൊ നല്ലൊരു ട്രിപ്പായിരുന്നു. രാവിലെ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു. പിന്നെ പതിവിലും വിപരീതമായിട്ടാണ് അത്രയും നേരത്തെ എണീക്കണേ. പിന്നെ തലേദിവസം കുറച്ച് വർക്കൊക്കെ ഉള്ള കാരണമാണ് നമ്മൾ ഈ സമയം ആകുമ്പോഴേക്കും അങ്ങ് ക്ഷീണമാവണേ കേട്ടോ. ഇന്നലെയൊക്കെ ഫുൾ വർക്കായിരുന്നല്ലോ. അപ്പൊ അത് കാരണം രാവിലെ ഈ സമയത്തും കൂടെ എണീക്കുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ക്ഷീണം കൂടും. അപ്പൊ എന്തായാലും ഇപ്പൊ വീടെത്താറായി. ഇനിയിപ്പോ വേറെ സ്റ്റേ ബാക്ക് ഒന്നും ഇല്ല, വേറെ ഡ്രോപ്പ് ഔട്ടും ഇല്ല. ബംബ്ലൂസ് കിട്ടുവാണെങ്കിൽ മേടിക്കണം എന്ന് അപ്പൊ പറയണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളെ പോലെ ഈ ഒരു വീഡിയോയും എല്ലാവർക്കും എൻജോയ്മെന്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രധാനമായിട്ട് ഞങ്ങൾ എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോഡ് ട്രിപ്പ് കവർ ചെയ്യാം. പിന്നെ പള്ളിയിൽ പോകാൻ പറ്റാത്തവർക്ക് കൂടി അതൊരു പോയ ഒരു ഫീലും കൂടി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. വർഷത്തിലൊരിക്കൽ ഞങ്ങള് ഇത് പോകുമ്പോ ഇങ്ങനെ ഈ ടൈം
ടൈമിൽ പോകുമ്പോൾ വീഡിയോ എടുക്കാറുമുണ്ട്. അതെ, അവിടുത്തെ പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് എടുക്കാറുള്ളൂ. കാരണം ഇത് എടുക്കണതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അവിടെ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. പക്ഷെ നമ്മള് പെർമിഷൻ അവിടെ വേണ്ടപ്പെട്ട അധികാരികളോട് ചോദിച്ചപ്പോ അതനുസരിച്ചിട്ടുള്ള പെർമിഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് എടുത്തത്. സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളതൊക്കെ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു അവര് പ്രത്യേകിച്ച് പറഞ്ഞു. അവിടെ അകത്ത് പോയി വേണ്ടപ്പെട്ട അധികാരികളെ കണ്ടപ്പോൾ അവര് പറഞ്ഞു ഇത് എടുക്കുന്ന സമയത്ത് ആരെങ്കിലും സെക്യൂരിറ്റി ആരെങ്കിലും അവിടെയുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞതിന് പെർമിഷൻ അലോ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതെ, അല്ലാതെ നമുക്ക് അവിടെ ഫോട്ടോഗ്രാഫി പെർമിറ്റഡ് അല്ല. ഒന്നാമത് അത് ഒരു പിൽഗ്രിം സെന്റർ അല്ലേ. പിന്നെ അത് മാത്രല്ല, നമ്മളിപ്പോ ഔട്ട്സൈഡ് എവിടെ പോയി കഴിഞ്ഞാലും അവിടെ പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വീഡിയോസ് എടുക്കാറുള്ളൂ. ഒരു വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെ പോയി വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേന്ന്. നമ്മൾ തീർച്ചയായിട്ടും അവരുടെ പെർമിഷൻ ഇല്ലാതെ ഔട്ട്സൈഡ് ആയിട്ട് വീഡിയോസ് എടുക്കാറില്ല. കാരണം അത് ഓരോരുത്തരുടെ പ്രൈവസീസ് ആണ് ഓരോ സ്ഥലങ്ങളും. അതെ, പെർമിഷൻ നമ്മൾ ചോദിക്കാറുണ്ട്. അല്ലാതെ വെറുതെ നമ്മൾ ഒരു സ്ഥലത്ത് വീഡിയോ എടുക്കാറില്ല. കാരണം ഓരോ സ്ഥലങ്ങളും അവരുടേതായിട്ടുള്ള മാത്രമായിട്ടുള്ള അവകാശമുള്ള സ്ഥലങ്ങളാണ്. അവിടെ നമ്മൾ പോയി വീഡിയോ എടുക്കണമെന്നും ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതിപ്പോ അങ്ങനെയാണ്, അത് ശരിയാണ്. കാരണം അതെ, നമ്മുടെ ഒരു കടയാണെങ്കിലും നമ്മൾ ഓൺ ചെയ്യുന്ന ഒരു പ്ലേസ് ആണെങ്കിലും അവിടെ വേറൊരാൾ വന്ന് വീഡിയോ എടുക്കുന്നത് നമുക്കും ഇഷ്ടപ്പെടണം എന്നില്ല ചിലപ്പോൾ. അപ്പോൾ അത് കാരണം നമ്മൾ എവിടെ പോയാലും ഔട്ട്സൈഡ് പ്ലേസ് ആണെങ്കിൽ നോർമലി പെർമിഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. അത് ഒരു കമന്റ് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പോൾ ആയിട്ടുണ്ടെന്ന് നമ്മളിങ്ങനെ എത്തും എന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പറയണം കേട്ടോ. ഇപ്പൊ എത്തും എന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ട് പറയണം. ഇനിയുണ്ട്, കിലോമീറ്റർ ഉണ്ട്, 20 കിലോമീറ്റർ. പക്ഷെ അതിന് വേഗം എത്തും. കാരണം റോഡിലൊന്നും ഒരു റഷും ഇല്ല. ഇല്ല, കടുത്തുരുത്തി ആവാറായില്ലേ. അമ്മയ്ക്ക് പക്ഷെ നല്ല ഉഷാറുണ്ട്. എനിക്ക് ഉഷാറ് കാലത്തെ മുതലുണ്ട്. എനിക്ക് എപ്പോഴും എവിടെ പോയാലും വൈകുന്നേരമായ പിന്നെ ക്ഷീണിതയാവും. അതെ, ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? 3 സമുദായത്തിന്റെ ഇത് വെച്ചിട്ടുള്ളതാണത്. ഹിന്ദു, മുസ്ലിം, ഹിന്ദു അല്ല, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. പള്ളി, മുസ്ലിമിന്റെ ഡൂം, ക്രിസ്ത്യന്റെ മറ്റേ കുരിശ്, ഹിന്ദുവിന്റെ വിളക്കോ അങ്ങനെ എന്തോ. അങ്ങനെ 3 മതത്തിന്റെയും കൂടിയുള്ള ഒരു സംയുക്ത സൗഹാർദ്ദം. അതെ, അതിന്റെ ഇതായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. അതൊരു നല്ല ആശയമാണ്. അത് ക്രിസ്ത്യൻ പള്ളിയാണോ? അത് ആണോ? കാത്തലിക് അത് ശരി, അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. അത് നല്ലൊരു ആശയമാണ്. മനുഷ്യരിപ്പോ മതം ഏതായാലും മനുഷ്യര് തമ്മിൽ സ്നേഹമായിട്ട് ജീവിക്കുന്നു. അല്ലാണ്ട് കണ്ട തമ്മിത്തല്ലും തലകീറും. കേരളത്തിന്റെ മോറ് കഴിഞ്ഞു കേരളത്തിന്റെ ഏറ്റവും വലിയ പേര് കേട്ട ഇതാണ് മതസൗഹാർദ്ദം. അതിന് കോട്ടം തട്ടുന്ന ഒരു പരിപാടിയും ചെയ്യരുത്. അവിടെ ആ റോഡില്ല. അങ്ങനെ നമ്മൾ വീടെത്താറായിക്കൊണ്ടിരിക്കുകയാണ്. 12 കിലോമീറ്റർ. 12 കിലോമീറ്റർ കൂടി. അമ്മ, ആർ യു സാറ്റിസ്ഫൈഡ്? ഫേമസ് കാഞ്ഞിരമറ്റം മോസ്ക് ആണ്. ചന്ദനക്കുടമൊക്കെ നടക്കണേ കണ്ടോ? ഇതാണത് ചന്ദനക്കുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഉണ്ട്. ചന്ദനക്കുടം സ്പെഷ്യൽ കഞ്ഞിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചക്കരക്കഞ്ഞി. അത് ഈ ഒരു ജാനുവരിയിലാണ്, മകരവിളക്കിനോടനുബന്ധിച്ച. 2 എൻട്രൻസ് ഉണ്ട്. അത് മെയിൻ എൻട്രൻസ്. ഇത് അവിടെ നിന്ന് വരുമ്പോ ആദ്യം കാണുന്ന വേറെ എൻട്രൻസ് ഇവിടെ. അതും ഒന്ന് എടുക്കാം. അതെ, ഇതാ എത്തി നമ്മൾ. സമയം പറഞ്ഞേ. സമയം 2:25. വീടെത്തി. ആ സമയത്ത് കറക്റ്റ് സമയത്ത് നമ്മൾ എത്തി. ഇത് തുറന്നേച്ചേ കുറെ സാധനങ്ങൾ കാറിന് എടുക്കാനുണ്ട്. എടുക്കണം. എന്റെ ഒരു പടം എടുത്ത് തന്നെ. കൈയൊക്കെ വേനെടുക്കണ്ടേ? ഫോട്ടോ എടുക്കത് കഴിഞ്ഞ് വേറെ പരിപാടി ഉണ്ട്. എന്നിട്ട് അത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ. ഇവിടെ അവസാനിക്കുവാണ്. 2:25 ഇവിടെ എത്തി. 6:05 പോയി അല്ലേ? അതെ, അപ്പയും മണ്ണുണ്ട്. അപ്പൊ ഇനി നമുക്ക്
മറ്റൊരു വീഡിയോയുമായി വീണ്ടും വീണ്ടും സന്ധിക്കാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക കേട്ടോ. ബൈ, ടേക്ക് കെയർ.